വേദിയിലെ അധ്യക്ഷ പദവിയിലുള്ള പ്രിയപ്പെട്ട അശോകൻ ചെരുവിൽ, പ്രിയപ്പെട്ട സഖാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും എൻ്റെ നമസ്കാരം. ഒരു നാടകകൃത്ത് എന്ന നിലയ്ക്ക് മലയാളത്തിൽ ഒരുപക്ഷെ നമ്മുടെ സമീപ പരിചയത്തിൽ മറ്റെവിടെയെങ്കിലും ഒരാൾക്കില്ലാത്ത ചില അപൂർവതകളുള്ള ഒരാളാണ് തോപ്പിൽ ഭാസി. അദ്ദേഹം ശൂരനാട്ട് കേസിലെ പ്രതിയായിരുന്നു. ശൂരനാട്ടെ കൊലക്കേസ് പ്രതിയായിട്ടാണ് അദ്ദേഹം ദീർഘകാലം ഒളിവിലെല്ലാം കഴിഞ്ഞത്. അതിന് പിന്നാലെ അദ്ദേഹം എഴുതി പ്രസിദ്ധീകരിച്ച നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയുടെ കോപ്പികൾ വിറ്റ് കിട്ടിയ പണം കൊണ്ട് ആ കേസ് നടത്താൻ കൂടി തയ്യാറായ ഒരാളാണ് അദ്ദേഹം. 1951 കമ്മ്യൂണിസ്റ്റ് ആക്കിയുടെ ആദ്യ പതിപ്പ് അച്ചടിച്ചു വരുന്ന സമയത്ത് അത് വിറ്റ് കിട്ടുന്ന പണം കൂടി കേസ് നടത്തിപ്പിന് ഉപയോഗിക്കുകയും അങ്ങനെ താൻ കൂടി പ്രതിയായ ഒരു കേസിൻ്റെ നടത്തിപ്പിന് തൻ്റെ തന്നെ നാടകത്തിൻ്റെ പ്രതിഫലം ഉപയോഗിക്കുകയും ചെയ്ത അപൂർവമായ ഒരു സന്ദർഭം തോപ്പിൽ ഭാസിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ട്. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയമാണ്. അദ്ദേഹം 1953 മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ പ്രസംഗിക്കാനായിട്ട് നെഹ്റു വരുന്നുണ്ട്. നെഹ്റു അവിടെ പ്രസംഗിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിക്കുന്ന ഒരാൾ ഒരു കൊലക്കേസ് പ്രതിയാണ്, അയാളെ പരാജയപ്പെടുത്തണം എന്നാണ്. എങ്കിലും തോപ്പിൽ ഭാസി ജയിച്ചു. അദ്ദേഹം വലിയ നാടകൃത്തായി. പിന്നീട് ദേശീയ വികസനത്തെ മുൻനിർത്തുന്ന ഒരു നാടകം എന്ന നിലയ്ക്ക് പുതിയ ആകാശം പുതിയ ഭൂമി എന്ന നാടകം അദ്ദേഹം എഴുതി. അത് ഡൽഹിയിൽ അവതരിപ്പിച്ചു. പണ്ഡിറ്റ് നെഹ്റുവും എസ് രാധാകൃഷ്ണനും വി.കെ. കൃഷ്ണമേനോനുമെല്ലാം അത് കാണാൻ വന്നിരുന്നു. ആ നാടകാവതരണത്തിന് ശേഷം നെഹ്റു തോപ്പിൽ ഭാസിയെ വലിയ തോതിൽ അഭിനന്ദിക്കുകയും ആ അഭിനന്ദിച്ച ചിത്രം അദ്ദേഹം തൻ്റെ മുറിയിൽ ദീർഘകാലം പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നത് മറ്റൊരു കാര്യമാണ്, കാലത്തിൻ്റെ ഒരു പരിഹാരം എന്ന നിലയിൽ. മൂന്നാമതൊരു കാര്യം, 1963 ആർ ശങ്കർ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് 57 തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നാടകം വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്ന് കണ്ടറിഞ്ഞതുകൊണ്ടുകൂടിയാവാം 1963 നാടകങ്ങൾക്ക് വലിയ തോതിൽ നികുതി ഏർപ്പെടുത്തുന്ന ഒരു സ്ഥിതിയുണ്ടായി. നാടകത്തിൻ്റെ ടിക്കറ്റ് നിരക്കിൻ്റെ ഏതാണ്ട് 45% പലതരത്തിൽപ്പെട്ട നികുതികളായി വസൂലാക്കുന്ന മട്ടിൽ നാടക നികുതി അന്ന് ഗവൺമെൻറ് കൊണ്ടുവന്നു. നാടകം അവതരിപ്പിക്കുന്ന ഹാള് ലൈസൻസ് 50 രൂപ നൽകി ലൈസൻസ് എടുക്കണം. നാടകത്തിന് ഓരോ ഷോയ്ക്കും പ്രത്യേകമായി ടാക്സ് കൊടുക്കണം. നാടകത്തിൻ്റെ ഓരോ പോസ്റ്ററിനും 50 പൈസ വെച്ച് നികുതി കൊടുക്കണം. നാടകത്തിൻ്റെ ബോർഡുകൾക്ക് വലിപ്പം അനുസരിച്ച് 2 രൂപ മുതൽ 5 രൂപ വരെ നികുതി കൊടുക്കണം. എന്നു വേണ്ട കലാപ്രവർത്തകരായി ബസ്സിൽ സഞ്ചരിക്കുന്ന ആളുകൾ കയ്യിലൊരു ഹാർമോണിയം ഉണ്ടെങ്കിൽ ഒരാളുടെ കൂടി ടിക്കറ്റ് എടുക്കണം എന്ന് വരെയുള്ള വ്യവസ്ഥകൾ 1963 ശങ്കറിൻ്റെ മന്ത്രിസഭയുടെ കാലത്ത് വരികയുണ്ടായി. തോപ്പിൽ ഭാസിയുടെ നേതൃത്വത്തിൽ ഇതിനെതിരെ വലിയ സമരം നടക്കുകയും 1963 ജൂലൈ 21 തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ ഭീകരമായ മർദ്ദനത്തിനിരയായി ദീർഘകാലത്തെ പരിക്കുകൾ ഏറ്റുവാങ്ങിയ ഒരാളുമാണ് അദ്ദേഹം. ഇങ്ങനെ പല നിലകളിൽ ഞാൻ പറയുന്നത്, ഒരു നാടകകാരൻ എന്ന നിലയിൽ തോപ്പിൽ ഭാസിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ കേരളത്തിലെയോ ഇന്ത്യയിലെ തന്നെയോ മറ്റേതെങ്കിലും നാടകപ്രവർത്തകർക്ക് ഈ നിലയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതത്തിൻ്റെ സവിശേഷമായൊരു സ്വഭാവത്തെ കൂടി ഈ 3 കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. തോപ്പിൽ ഭാസിയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ പല നിലകളിൽ ജീവിച്ച ഒരാളായിരുന്നു അദ്ദേഹം എന്ന് നമുക്കറിയാം.
അദ്ദേഹം അടിയുറച്ചൊരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടാണ് ആരംഭിക്കുന്നത്. ആദ്യം കോൺഗ്രസ് പ്രവർത്തകനായിട്ട് തുടങ്ങുന്നു. പിന്നീട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ പ്രവർത്തകരിൽ ഒരാളായി മാറുന്നു. കേസിൽ പ്രതിയാകുന്നു, ഒളിവ് ജീവിതം നയിക്കുന്നു, വലിയ യാതനകൾ സഹിക്കേണ്ടി വരുന്നു, MLA ആയിത്തീരുന്നു. അങ്ങനെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ വലിയ ഒരു പാരമ്പര്യം തോപ്പിൽ ഭാസിക്കുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് കൗൺസിലിൽ അംഗമായിട്ടും അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. സാന്ദർഭികമായിട്ട് പറയട്ടെ, 1968 അദ്ദേഹത്തെ കൗൺസിലിൽ നിന്ന് ഒഴിവാക്കുകയുണ്ടായി. അദ്ദേഹം വേണ്ടത്ര പ്രവർത്തനക്ഷമമല്ല, കാര്യമായി പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയത്. കാരണം ഈ കലാസാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത് ഒരനുബന്ധ പരിപാടിയാണ് എല്ലാ കാലത്തും. അതിൽ ധാരാളം പ്രസംഗിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് ഒരു രാഷ്ട്രീയ കാര്യപരിപാടിയാണ്. കലയിലും റോബിൻ ജെഫ്രി ഈ നാടകമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഘടകങ്ങളിലൊന്നായ റോബിൻ ജെഫ്രി കാണുന്നത് നാടകത്തെയാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് കരുതാതിരുന്നത് കൊണ്ട് 1968 ഘട്ടത്തിൽ അദ്ദേഹത്തെ സ്റ്റേറ്റ് കൗൺസിലിൽ നിന്ന് ഒഴിവാക്കുകയും അച്യുതമേനോന് തൻ്റെ കാർഡ് തിരിച്ചു നൽകിക്കൊണ്ട് അദ്ദേഹം സമ്മേളന വേദിയിൽ നിന്ന് പോവുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് തോപ്പിൽ ഭാസി എഴുതുന്നുണ്ട്. അങ്ങനെയുള്ള ചില വൈരുദ്ധ്യങ്ങളും അത് അദ്ദേഹത്തിൻ്റെ ഒരു തകരാറെന്ന നിലയ്ക്കല്ല, ആ കാലത്തും ഒരുപക്ഷെ ഈ കാലത്തും കലയെയും സംസ്കാരത്തെയും ആശയവ്യവസ്ഥയെയും കുറിച്ചുള്ള ഇടതുപക്ഷ കാഴ്ചപ്പാടുകളിലെ പലതരത്തിലുള്ള ദൗർബല്യങ്ങളിലൊന്നായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അതും അദ്ദേഹം കടന്നുപോയൊരനുഭവമാണ്. ഇതുപോലെ ഒരു നാടകകൃത്ത് എന്ന നിലയ്ക്ക് 10-17 നാടകങ്ങൾ, മുഴുനീള നാടകങ്ങൾ, 13-14 ലഘുനാടകങ്ങൾ ഒക്കെ എഴുതി മലയാളത്തിൽ ഏറ്റവും കൂടുതൽ നാടകങ്ങൾ എഴുതിയ, അവയെ അരങ്ങത്തെത്തിച്ച ഒരാളാണ് തോപ്പിൽ ഭാസി. ഒപ്പം തന്നെ അദ്ദേഹം ഒരു നടനായിരുന്നു. ആദ്യകാലത്ത് അദ്ദേഹം എല്ലാ അംഗീകാരങ്ങൾ ലഭിച്ച നടന്മാരിലൊരാളായിരുന്നു. NP ചെല്ലപ്പൻ നായരുടെ പ്രേമലേഖനവും അതുപോലെ മുതുകുളം രാഘവൻപിള്ളയുടെ സതീർത്ഥ്യനും ഒക്കെ അവതരിപ്പിച്ച് പലതവണ അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് പുരസ്കാരങ്ങൾ നേടിയിട്ടും ഉണ്ട്. അങ്ങനെ ഒരു നടനായിട്ടും അദ്ദേഹം കുറച്ചു കാലമെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം തിരക്കഥാകൃത്തായിരുന്നു. ഒരു ഘട്ടത്തിൽ കേരളത്തിൽ വരാൻ പറ്റാത്ത മട്ടിൽ തിരക്ക് പിടിച്ച ഒരു സിനിമാ ജീവിതം തോപ്പിൽ ഭാസിക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാടകം കിട്ടാതെ KPIC തന്നെ മറ്റ് നാടകകൃത്തുക്കളുടെ നാടകം തേടിപ്പോകുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെയാണ് ഒരുപക്ഷെ മലയാളത്തിലെ നേരത്തെ ഇവിടെ സിദ്ദിഖ് സൂചിപ്പിച്ച അതുല്യമായ ഒരു ആത്മകഥയാണ് ഒളിവിലെ ഓർമ്മകൾ എന്നത്. ഒരുപക്ഷെ ജീവിതപാതയെക്കുറിച്ചോ തിക്കോടിയൻ്റെ അരങ്ങ് കാണാത്ത നടനെക്കുറിച്ചോ ഒക്കെ മാത്രം ചുരുക്കം ആത്മകഥകളെക്കുറിച്ച് മാത്രം പറയാവുന്ന നിലയിൽ അത്രമേൽ ഹൃദയദ്രവീകരണ ക്ഷമതയുള്ള, അത്രമേൽ നമ്മെ പിടിച്ചുലയ്ക്കാൻ പോന്ന, അത്രമേൽ ആ കാലത്തിൻ്റെ ചിത്രം നമുക്ക് സമ്മാനിക്കുന്ന ഒന്നാണ് തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ എന്നത്. ഇങ്ങനെ പല നിലകളിൽ സംവിധായകനായിട്ടും നാടകകൃത്തായിട്ടും അഭിനേതാവായിട്ടും രാഷ്ട്രീയ പ്രവർത്തകനായിട്ടും ഒക്കെ ജീവിച്ച വലിയ ഒരു ജീവിതം തോപ്പിൽ ഭാസിയുടെ ജീവിതത്തെ സംബന്ധിച്ചുണ്ട്. എംഗൽസ് ഈ നവോത്ഥാന പ്രതിഭകളെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യം ഒരുപക്ഷെ തോപ്പിൽ ഭാസിക്കും ബാധകമായൊരു കാര്യമാണ്. എംഗൽസ് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രമായി തങ്ങളുടെ താല്പര്യങ്ങളെ ചുരുക്കി നിർത്തിയവരായി അവരിലാരും ഉണ്ടായിരുന്നില്ല. തനിക്ക് ചുറ്റുമുള്ള മനുഷ്യജീവിത പ്രശ്നങ്ങളോട് ആകമാനം സംവദിക്കാൻ സന്നദ്ധരല്ലാത്തവരായി അവരിലാരും ഉണ്ടായിരുന്നില്ല. തടിക്ക് പരിക്കേൽക്കുമെന്നതുകൊണ്ട് അപ്രിയകരങ്ങളായ അഭിപ്രായങ്ങൾ പറയാൻ മടിച്ചവരായി അവരിൽ ആരും ഉണ്ടായിരുന്നില്ല. എന്നിങ്ങനെ നവോത്ഥാനകാലത്തെ പ്രതിഭകളെ വിശേഷിപ്പിക്കുന്ന അതുല്യമായൊരു ഭാഗം എംഗൽസിൻ്റെ പ്രകൃതിയുടെ വൈരുദ്ധ്യാത്മകതയിലുണ്ട്. അവിടെ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു സവിശേഷ വിശദീകരണമുണ്ട്. ബൂർഷ്വാസി ജന്മം നൽകിയവരെങ്കിലും ബൂർഷ്വാസിയുടെ പരിമിതികൾ ഒട്ടുമില്ലാത്തവർ എന്ന് അദ്ദേഹം അവരെക്കുറിച്ച് പറയുന്നുണ്ട്. മൈക്കലാഞ്ചലോ, ഡാവിഞ്ചി തുടങ്ങിയവരെക്കുറിച്ച് ഒക്കെ പറയുന്നുണ്ട്. ഒരു നിലയിൽ തോപ്പിൽ ഭാസിയിലേക്കും ഒക്കെ തുടരുന്ന ഒരു വിശദീകരണമാണ്. അദ്ദേഹത്തെ രൂപപ്പെടുത്തുകയോ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമായി നിലകൊള്ളുകയോ ചെയ്ത തലങ്ങളിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് തൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹം എത്തിച്ചേർന്നു
എന്ന് നമുക്ക് അറിയാൻ പറ്റും. 1952 അരങ്ങിലെത്തിയ കമ്മ്യൂണിസ്റ്റാക്കി മുതൽ 92 അരങ്ങിലെത്തിയ ഒളിവിലെ ഓർമ്മകൾ വരെ 40 കൊല്ലക്കാലം കൊണ്ട് മലയാള നാടകവേദിക്ക് വളരെ അനന്യമായൊരു ഉള്ളടക്കം അദ്ദേഹം സംഭാവന ചെയ്യുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തിൻ്റെ മറ്റ് ജീവിത വൃത്തികളെക്കുറിച്ച് പറയാതെ ലഭ്യമായൊരു സമയത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ നാടക പ്രവർത്തനങ്ങളെക്കുറിച്ച് മാത്രമായി ചില കാര്യങ്ങൾ പറയാനാണ് മുതിരുന്നത്. തോപ്പിൽ ഭാസിയുടെ നാടക ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് മുമ്പ് ഏതാണ്ട് അരനൂറ്റാണ്ട് കാലം കൊണ്ട് മലയാള നാടകവേദി പിന്നിട്ട് പോന്ന വഴികൾ എന്തൊക്കെയായിരുന്നു എന്നുകൂടി നോക്കേണ്ടതുണ്ട്. കാരണം ഒരു നാടക പ്രസ്ഥാനവും ഒരു കലാപ്രസ്ഥാനവും അതിൽ നിന്ന് തന്നെ രൂപമെടുത്ത് വരുന്നതല്ല, അതിന് ഒരു പാരമ്പര്യം ഉണ്ടാവും. 50കളിൽ തോപ്പിൽ ഭാസി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നാടകം 1949 മുന്നേറ്റം എന്ന പേരിൽ ഒരു ഏകാംഗ നാടകമായിട്ടാണ് അദ്ദേഹം അത് എഴുതുന്നത്. കാര്യമായ അവതരണമൊന്നും അതിന് ഉണ്ടായിട്ടുമില്ല. ചിലരൊക്കെ പറയുന്നത് അത് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയുടെ ഒരു പ്രാഗ്രൂപം പോലെയുള്ള ഒരു നാടകമാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ആ മുന്നേറ്റം എഴുതുന്ന കാലത്ത് തോപ്പിൽ ഭാസിക്ക് 25 വയസ്സാണ് ഉള്ളത്. ആ 1949-50 കാലം എടുത്താൽ എന്താണ് മലയാള നാടകവേദിയുടെ അന്നത്തെ നില എന്തെന്ന് ചോദിച്ചാൽ വളരെ സാമാന്യമായൊരു 4 ധാരകൾ ആ കാലത്ത് മലയാളത്തിലെ നാടകവേദിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന്, 19-ാം നൂറ്റാണ്ട് അവസാനം മുതൽ മലയാളത്തിൽ പ്രവർത്തനക്ഷമത കൈവരിച്ച ഒരു നാടക പാരമ്പര്യം പാഴ്സി നാടകത്തിൽ നിന്ന് തമിഴ്നാട്ടിലെത്തുകയും തമിഴ്നാട്ടിലെ ഭക്തി പാരമ്പര്യവുമായി കൂടിക്കലർന്ന് കേരളത്തിലേക്ക് ഒരു സംഗീത നാടക പാരമ്പര്യം എന്ന പോലെ എത്തിച്ചേരുകയും ഏതാണ്ട് 30-40കൾ വരെ കേരളത്തിലെ നാടകവേദിയിലെ വളരെ ശക്തമായൊരു സ്വാധീനമായിരുന്ന സദാരാമ പോലെ ഒരു നാടകത്തെ ഓർത്താൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളിച്ച നാടകങ്ങളിലൊന്ന്, ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റിക് ആക്കിക്ക് മുമ്പ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളിച്ച നാടകങ്ങളിലൊന്ന് സദാരാമയാണ്. അങ്ങനെ ഭക്തിപ്രധാനമായിട്ടുള്ള സംഗീതമയമായിട്ടുള്ള തമിഴ് സംഗീത നാടകങ്ങളുടെയും മറാത്ത പാഴ്സി നാടകവേദിയുടെയും ഒക്കെ ഒരു കലർപ്പ് വഴി രൂപപ്പെട്ട എന്നാൽ വളരെ കൂടുതൽ ജനകീയത കൈവന്ന ഒരു നാടകധാര അന്ന് കേരളത്തിലുണ്ട്. രണ്ടാമത്തേത്, ഇതിന് പിന്നാലെ ഒരുപക്ഷെ മലയാളത്തിലെ നാടകവേദിക്ക് സാമൂഹികമായ ഉള്ളടക്കം നൽകിക്കൊണ്ട് 1920കളോടെ വികസിച്ചു വന്ന മറ്റൊരു ധാരയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട അടയാളങ്ങൾ 2 നാടകങ്ങളാണ്. 27 അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരുന്നു, 37 പാട്ടബാക്കി വരുന്നു. ഈ 2 നാടകങ്ങളും നാടക ആസ്വാദനം, രസാസ്വാദനം എന്ന ലക്ഷ്യങ്ങളോടെയൊന്നുമല്ല. നാടകമേഖലയിൽ യാതൊരു പരിചയവും ഇല്ലാത്ത മനുഷ്യർ നാടകത്തെ ഒരു സമരായുധമാക്കി മാറ്റാൻ, ഒരു പ്രചരണ ഉപാധിയാക്കി മാറ്റാൻ, ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിനുള്ള ഒരു ഉപാധിയാക്കി മാറ്റാൻ എങ്ങനെ കഴിയുമെന്ന് ആലോചിച്ച് നാടകങ്ങൾ എഴുതുന്നു. അടുക്കള എഴുതുന്ന സമയത്ത് വീട്ടിക്ക് പ്രത്യേകിച്ച് നാടക പരിചയമൊന്നുമില്ല. ആ നാടകത്തിൽ പ്രവർത്തിച്ച ഒരാൾക്കും നാടകവുമായി പ്രത്യേകിച്ച് ബന്ധമൊന്നും അക്കാലത്തില്ല. ഇതുതന്നെയാണ് 37 പാട്ടബാക്കിയുടെയും സ്ഥിതി. പാട്ടബാക്കി എഴുതുന്നത് തിരൂർ വയലത്തൂർ പൊന്നാനിയിൽ വയലത്തൂർ കർഷക സംഘത്തിൻ്റെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ്. കർഷക സംഘ സമ്മേളനം ആകർഷകമാക്കാൻ എന്തെങ്കിലും ഒരു കലാപരിപാടി ഉണ്ടായാൽ നന്നായിരിക്കും എന്നൊരാലോചന വന്ന സമയത്ത് ഒരു നാടകമായാൽ നന്നാവും, കർഷക പ്രസ്ഥാനത്തിൻ്റെ ചരിത്രമെല്ലാം വരുന്ന മട്ടിലൊരു നാടകമായാൽ നന്നാവും എന്ന ഒരാശയം EMS മുമ്പോട്ട് വയ്ക്കുകയും നാടകമെഴുതി പരിചയമുള്ളവരോ നാടകവുമായി ബന്ധമുള്ള ആരുമോ അവിടെ ഇല്ലാത്ത സന്ദർഭത്തിൽ കെ ദാമോദരനോട് നിങ്ങൾ എഴുതി നോക്കൂ എന്ന് EMS നിർദ്ദേശിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ദാമോദരൻ പാട്ടബാക്കി എഴുതുന്നത്. അദ്ദേഹം നാടകം എഴുതിയെന്ന് മാത്രമല്ല, സമ്മേളനവേദിയിൽ പ്രസംഗിച്ചതിന് ശേഷം സ്റ്റേജിൻ്റെ പുറയിൽ പോയി മേക്കപ്പ് ഇട്ട് ആ നാടകത്തിൽ അഭിനയിക്കുകയും ചെയ്തു. നാടകം പിന്നെ ഒരുപാട് രൂപാന്തരങ്ങൾക്ക് വിധേയമായി. ഓരോ വേദിയിലും ദാമോദരൻ അതേക്കുറിച്ച് എഴുതുന്നുണ്ട്. അത് ഞാൻ എഴുതിയ നാടകമായിട്ടല്ല, ഓരോ അവതരണം കഴിയുമ്പോഴും ധാരാളം പരിഷ്കാരങ്ങൾ പലരും നിർദ്ദേശിച്ചു. അതെല്ലാം ഉൾപ്പെടുത്തിയാണ് ഇന്ന് നാം കാണുന്ന പാട്ടബാക്കിയിലേക്ക് എത്തിച്ചേർന്നത്. പക്ഷേ അടുക്കളയും പാട്ടബാക്കിയും ചേർന്ന് ഒരു വലിയ പാരമ്പര്യത്തിന് രൂപം നൽകി എന്ന് നമുക്കറിയാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാമൂഹികമായ ഇടപെടലിനുള്ളൊരു ഉപകരണമായി
നാടകത്തെ കാണുന്ന ഒരു വഴി വികസിച്ചു വന്നു. പിന്നീട് കൂട്ടുകൃഷി വരുന്നുണ്ട്, നമ്മളൊന്ന് വരുന്നുണ്ട്, ഇത് ഭൂമിയാണ് വരുന്നുണ്ട്, ഇത് നല്ലൊരു മനുഷ്യനാവാൻ നോക്ക് വരുന്നുണ്ട്. അങ്ങനെ എത്രയോ നാടകങ്ങളുടെ ഒരു ധാര, ഒരു സാമൂഹിക ഇടപെടൽ, പി ജെ ആൻ്റണിയുടെ ഇൻക്വിലാബിൻ്റെ മക്കൾ പോലെ ഒരു 50 കൊല്ലക്കാലം പിന്നീട് മലയാള നാടകവേദിയെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധാര ഇങ്ങനെ 30കളോടെ രൂപപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. മൂന്നാമതൊരു ധാര, അത് പ്രബലമായൊരു സ്വാധീനമായി 50കളിൽ ഉണ്ടെന്ന് പറഞ്ഞുകൂടാ, എങ്കിലും വെള്ളരി നാടകങ്ങളുടേതാണ്. നമ്മുടെ നാടോടി നാടക പാരമ്പര്യം, കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളിൽ മലബാറിൽ കൂട്ടായ്മകൾ, നാട്ടുകൂട്ടായ്മകൾ അവതരിപ്പിക്കുന്ന നാടകങ്ങളുടെ ഒരു പാരമ്പര്യം നിലനിന്നിരുന്നു. അത് 40കളിലൊക്കെ അത് ക്ഷീണിച്ചു കഴിഞ്ഞിരുന്നു. എങ്കിലും അവശിഷ്ടം എന്ന നിലയിൽ ആ ഒരു ധാരയുണ്ട്. മറ്റൊന്ന്, നാടക അവതരണം എന്ന് പറഞ്ഞുകൂടെങ്കിലും രംഗപാഠങ്ങളായി വികസിച്ചിട്ടില്ലെങ്കിലും നാടകത്തിൻ്റെ ഒരു സാഹിത്യ പാഠം ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ താരതമ്യേന ശക്തമാണ്. അത് എല്ലാവരും പറയുക നമ്മുടെ കേരളവർമ്മയുടെ ശാകുന്തള വിവർത്തനത്തോടെയാണ് ആരംഭിച്ചത്. അതെത്രത്തോളം വസ്തുതയാണ്, എല്ലാറ്റിനും നമുക്കൊരു തമ്പുരാൻ തുടങ്ങാൻ വേണം എന്നതുകൊണ്ട് അവിടെ കൂടുതൽ ഫിക്സ് ചെയ്യുന്നു എന്നല്ലാതെ കേരളവർമ്മയുടെ ശാകുന്തള വിവർത്തനത്തിന് അത്ര വലിയൊരു പ്രാധാന്യം ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. എന്തായാലും അങ്ങനെ ഒരു നാടക പാരമ്പര്യം വരുന്നു. ഇ വി കൃഷ്ണപിള്ളയുടെ നാടകങ്ങൾ വരുന്നു, സി വി രാമപിള്ളയുടെ പ്രഹസനങ്ങൾ വരുന്നു, അല്ലെങ്കിൽ പുളിമാനയുടെ സമത്വവാദി പോലുള്ള നാടകങ്ങൾ വരുന്നു. ഏതാണ്ട് 50കളാവുമ്പോഴേക്കും തോപ്പിൽ ഭാസിയൊക്കെ ശക്തമായി സ്വാധീനിക്കാൻ പോകുന്ന മട്ടിൽ എം കൃഷ്ണപിള്ളയുടെ ഇബ്സനിസ്റ്റ് നാടക സമ്പ്രദായങ്ങൾ വരെയുള്ള, ഞാൻ പറഞ്ഞാൽ ഒരു നാടക സാഹിത്യം എന്ന് വിളിക്കാവുന്ന, ഇവയ്ക്കൊക്കെ ഏതെങ്കിലും നിലയിൽ നാടകവേദിയിൽ രംഗപാഠം എന്ന നിലയിൽ നിർണായകമായൊരു ചലനമൊന്നും ഇവ ഉളവാക്കിയ ആ കാലത്ത് എന്ന് പറഞ്ഞുകൂടാ. പക്ഷേ ആഴമുള്ള ഒരു നാടക സാഹിത്യം പതിയെ രൂപപ്പെട്ടു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ വളരെ വ്യത്യസ്തങ്ങളായ 4 പാരമ്പര്യങ്ങൾ വാസ്തവത്തിൽ 1950കളാവുമ്പോഴേക്കും തോപ്പിൽ ഭാസിയുടെ കാലത്തെ രൂപപ്പെടുത്തുന്ന, അതിൽ സ്വാധീനം ചെലുത്തുന്ന പൂർവ്വ പാരമ്പര്യങ്ങൾ എന്ന നിലയ്ക്ക് കാണാം. ഇതോടൊപ്പം തന്നെ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്, നാടക സമിതികൾ രൂപപ്പെടാൻ തുടങ്ങി, സ്വതന്ത്ര സമിതികൾ 50കളാവുമ്പോഴേക്കും രൂപപ്പെടാൻ തുടങ്ങി. 1950 KPSC വരുന്നു. ജനാർദ്ദനക്കുറുപ്പും രാജഗോപാലൻ നായരും എല്ലാം ചേർന്ന് ONVയും ദേവരാജനും എല്ലാം ഉൾപ്പെടുന്ന KPSC വരുന്നുണ്ട്. അധികം വൈകാതെ മലബാർ കേന്ദ്ര കലാസമിതി വരുന്നുണ്ട്, ദേശഭൂഷണി കലാസമിതി വരുന്നുണ്ട്, അതുപോലെ വള്ളുവനാട് കേന്ദ്രീകരിച്ച് കലാസമിതികൾ വരുന്നുണ്ട്. പൊതുവേ പറഞ്ഞാൽ നാട്ടുകൂട്ടായ്മകൾ വികസിച്ചു വരികയും നാടക സമിതികളുടെ രൂപപ്പെടലിനെ സംബന്ധിച്ചൊരു പ്രത്യേക കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേരളത്തിൽ നാടക സമിതികളും ഗ്രന്ഥശാലകളും രൂപപ്പെട്ടതിൻ്റെ പിന്നിൽ നാടക താല്പര്യമോ വായനശാല നടത്തിപ്പിൻ്റെ താല്പര്യമോ മാത്രമായിരുന്നില്ല. പലപ്പോഴും ദേശീയ പ്രസ്ഥാനം, കർഷക സംഘം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവയ്ക്കൊക്കെ പ്രവർത്തനത്തിനുള്ള ഒരു മറയായിട്ടോ ഒരു വേദിയായിട്ടോ ആണ് വാസ്തവത്തിൽ നമ്മുടെ നാടക സമിതികളും ഗ്രന്ഥശാലകളുമൊക്കെ രൂപപ്പെടുന്നത്. അങ്ങനെ രാഷ്ട്രീയ ഉള്ളടക്കമുള്ള നാടക സമിതികൾ കേവലം നാടക സമിതികളായിട്ടല്ല, വലിയ രാഷ്ട്രീയ ആഭിമുഖ്യമുള്ള രാഷ്ട്രീയ സംഘാടനത്തിൻ്റെ മറ പോലെയോ ഉപകരണം പോലെയോ ഉപയോഗിക്കപ്പെട്ട ഒരു നാടക സമിതി പാരമ്പര്യം 50കളിൽ കേരളത്തിലുണ്ട്. ഇത്രയും ചേർന്ന് നിൽക്കുന്നൊരു പശ്ചാത്തലത്തിലേക്കാണ് തോപ്പിൽ ഭാസി നാടകൃത്തായി വരുന്നത്. അദ്ദേഹം ആദ്യം എഴുതുന്നത് നാടകമൊന്നുമല്ല, അദ്ദേഹം ആദ്യം ചെറുകഥകൾ എഴുതുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറുകഥകൾ അക്കാലത്ത് കുറച്ചൊക്കെ അച്ചടിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം നാടകം വായിക്കാനും മനസ്സിലാക്കാനുമൊക്കെ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അദ്ദേഹം തിരുവനന്തപുരത്ത് താമസിക്കുന്ന സമയത്ത് അദ്ദേഹം താമസിച്ചിരുന്ന ലോഡ്ജിൽ തന്നെയാണ് എൻ കൃഷ്ണപിള്ള താമസിക്കുന്നത്. അപ്പോൾ എൻ കൃഷ്ണപിള്ളയുടെ അടുത്ത് അന്നത്തെ പ്രധാനപ്പെട്ട നാടക പ്രവർത്തകർ പലരും വരുന്നുണ്ട്. PK വിക്രമൻ നായർ വരുന്നുണ്ട്, തിക്കുറിശി വരുന്നുണ്ട്, TN ഗോവിന്ദൻ നായർ വരുന്നുണ്ട്. ഇവരെല്ലാം നാടകത്തെക്കുറിച്ച് നടത്തുന്ന ചർച്ചകൾ താൻ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിച്ചിരുന്നു എന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നു മാത്രമല്ല, നാടകം എഴുതണമെന്നൊരു താല്പര്യം തോന്നി തുടങ്ങിയ ഘട്ടത്തിൽ, എങ്ങനെയാണൊരു നാടകം എഴുതുക എന്നതിനെക്കുറിച്ച് യാതൊന്നും നിശ്ചയമില്ലാത്തൊരു ഘട്ടത്തിൽ എൻ കൃഷ്ണപിള്ളയുടെ മുറിയിൽ അദ്ദേഹം ഇല്ലാത്ത സമയത്ത് കടന്നു കയറി അദ്ദേഹത്തിൻ്റെ മേശവലിപ്പിലുണ്ടായിരുന്ന ബലാബലത്തിൻ്റെ കയ്യെഴുത്ത് പ്രതി പല ഘട്ടങ്ങളിലായി വായിച്ച് നാടകരചനയുടെ ഒരു സങ്കേതം താൻ സൂത്രത്തിൽ മനസ്സിലാക്കിയ കാര്യവും അദ്ദേഹം എഴുതുന്നുണ്ട്. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം നാടകത്തെ സംബന്ധിച്ച് രചനാപരമായ സൂക്ഷ്മതയും
നാടകത്തിനകത്ത് ഒരുപക്ഷെ കൃഷ്ണപിള്ളയോ ഇബ്സനോ അദ്ദേഹം പിൻപറ്റി എന്ന് പറയുന്ന ഇബ്സനോ കൊണ്ടുവന്ന ആന്തരികമായ ആ സംഘർഷങ്ങളുടെ ഒരു ലോകം വാസ്തവത്തിൽ തോപ്പിൽ ഭാസിയിൽ വളരെ കൂടുതലായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ നാടകത്തിൻ്റെ ഒരു പൊതു പ്രവണതയല്ല. പക്ഷേ ഈ ഒരു ഘടകം അദ്ദേഹം നാടകരചനയിലെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അദ്ദേഹം നാടകത്തെക്കുറിച്ചുള്ള പ്രത്യക്ഷമായ ഒരു ധാരണയെ മറികടന്നു പോകുന്ന ചില ആശയങ്ങളിലേക്ക് അതുവഴി എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. അപ്പം അദ്ദേഹം നാടകം തുടങ്ങുന്ന സമയത്ത് രണ്ട് ധാരകളുടെ ഒരു സംയോജനമായിട്ടാണ് കമ്മ്യൂണിസ്റ്റാക്കിയെക്കുറിച്ചൊക്കെ പൊതുവെ പറഞ്ഞു പോരാറ്. അതിലൊന്ന് ഈ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ നാടകങ്ങളുടെ സാമൂഹിക പരിഷ്കരണം ലക്ഷ്യം വയ്ക്കുന്ന, സാമൂഹ്യ വിപ്ലവം ലക്ഷ്യം വയ്ക്കുന്ന രാഷ്ട്രീയ നാടകങ്ങളുടെ ഒരു ധാര ഒരു ഭാഗത്ത്, വളരെ കൂടുതൽ ജനപ്രിയത കൈവന്ന സംഗീത നാടകങ്ങളുടെ ധാര മറുഭാഗത്ത്. ഇവയെ രണ്ടിനെയും കൂട്ടിയിണക്കിക്കൊണ്ട് അക്കാലം വരെ രസിപ്പിക്കുക മാത്രം ചെയ്യുക ലക്ഷ്യമായിരുന്ന ഒരു നാടകാവതരണ രീതിയെയും പ്രബോധനം ലക്ഷ്യമാക്കി, ഉദ്ബോധനം ലക്ഷ്യമാക്കി നിലവിൽ വന്ന രാഷ്ട്രീയ നാടക പാരമ്പര്യത്തെയും കൂട്ടിയിണക്കിക്കൊണ്ട് ഏറ്റവും നിരക്ഷരരായ മനുഷ്യരിലേക്കും ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരിലേക്കും നാടകത്തിൻ്റെ ദർശനത്തെയും നാടകത്തിലെ സന്ദേശങ്ങളെയും എത്തിക്കാൻ പറ്റിയ ഒരു പുതിയ രംഗഭാഷയുടെ രൂപപ്പെടൽ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി വഴി സംഭവിച്ചു എന്ന് പൊതുവെ പറയാറുണ്ട്. ഇതിലൊരു പ്രശ്നമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ വിജയം തന്നെ അദ്ദേഹത്തിൻ്റെ നാടകത്തിൻ്റെ ചില പരാധീനതകളായി തീർന്നു എന്ന കാര്യം EMS ഒക്കെ തന്നെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി മുതൽ പാട്ടവാക്കി മുതൽ കമ്മ്യൂണിസ്റ്റാക്കി വരെ എന്ന ലേഖനത്തിൽ പറയുന്നുണ്ട്. കാരണം ഈ സംഗീത നാടകങ്ങൾ രൂപപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള അതിഭാവുകത്വത്തിൻ്റെയോ ഒരു തരത്തിലുള്ള അതിവൈകാരികതയുടെയോ ഒക്കെ ഒരു സ്വാധീനം ഈ കമ്മ്യൂണിസ്റ്റാക്കിയിലും തുടരുന്നുണ്ട് എന്നും ഒരുപക്ഷെ ചരിത്രപരമായി കുറെ കൂടി ആഴത്തിൽ വേരുകളുള്ള കഥാപാത്രങ്ങൾ അല്ല അവയിൽ പലതും എന്ന കാര്യം EMS തന്നെ അദ്ദേഹത്തിൻ്റെ പ്രബന്ധങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ പരിമിതികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവതരണത്തിൻ്റെ ആദ്യ വർഷം തന്നെ ഞാൻ അടുത്തിടയ്ക്ക് വായിച്ചത് ഏതാണ്ട് 100,000-ത്തിലധികം ആളുകൾ ആദ്യ അവതരണങ്ങളിൽ തന്നെ കാണുകയും ഒന്നാമത്തെ അവതരണം കഴിഞ്ഞപ്പോൾ തന്നെ 35 നാടകങ്ങൾക്ക് ബുക്കിംഗ് ആ ഒന്നാമത്തെ വേദിയിൽ തന്നെ ആ നാടകത്തിന് കിട്ടി എന്നാണ് അതേക്കുറിച്ച് അതിൻ്റെ നടത്തിപ്പുകാരുടെ ലേഖനങ്ങളിൽ കണ്ടിട്ടുള്ളത്. അമ്മാതിരി സ്വീകാര്യത വന്നു. ലളിതമായിട്ട് പറഞ്ഞാൽ 50കളിൽ കേരളം എങ്ങനെയാണോ രൂപാന്തരപ്പെടാൻ രാഷ്ട്രീയമായും സാമൂഹികമായും വ്യഗ്രമായിരുന്നത്, ആ വ്യഗ്രതയ്ക്ക് അനുഭവപരമായ ഭാവുകത്വപരമായ ഒരു ആവിഷ്കാരം നൽകിക്കൊണ്ട് മനുഷ്യരുടെ ഹൃദയവാഞ്ഛയെയും കലയുടെ ആന്തരിക അനുഭവത്തെയും തമ്മിൽ ചേർക്കുന്ന ഒരു നിർണായകമായ സന്ദർഭമായി അദ്ദേഹത്തിൻ്റെ ഈ നാടകം മാറി. അതൊറ്റയ്ക്ക് അദ്ദേഹം എഴുതിയതാണ് എന്ന് കരുതുന്നതിലും ചില പരിമിതികളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 49-ൽ അദ്ദേഹം മുന്നോട്ടെഴുതിയിട്ട് അദ്ദേഹം ONV കുറുപ്പിനെ കാണിക്കുന്നുണ്ട്. ONV അത് താരതമ്യേന മെച്ചപ്പെട്ടൊരു നാടകമാണ്, ജീവൻ്റെ ഒരു തുടിപ്പ് അതിലുണ്ട് എന്നൊക്കെ ONV അതേക്കുറിച്ച് എഴുതുകയും ചെയ്യുന്നുണ്ട്. അത് പിന്നീട് ഒരു തവണയോ മറ്റോ 1-2 തവണ രംഗാവതരണം നടത്തിയെന്നല്ലാതെ അതിന് കാര്യമായ ഒരു അവതരണമൊന്നും ഉണ്ടായില്ല. ഇതിനെ പിന്നീട് വികസിപ്പിച്ചിട്ടാണ്, ഈ ഘട്ടത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബലാബലത്തിൻ്റെ വായനയും നാടകത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയുമൊക്കെ അദ്ദേഹം നടത്തുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ നാടകത്തെ കുറച്ചുകൂടി വിപുലീകരിക്കാനായിട്ട് തോപ്പിൽ ഭാസി തീരുമാനിക്കുകയും അദ്ദേഹം ഈ ചിലരിതിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റാക്കിയുടെ ഒരു പ്രാഗ്രൂപമാണ് മുന്നേറ്റം എന്ന് പറയുന്നുണ്ട്. എന്തായാലും കമ്മ്യൂണിസ്റ്റാക്കിയെ വളരെ ദീർഘമായ ഒരു നാടകമായി, അച്ചടിക്കിൽ 170 പുറങ്ങളുള്ളൊരു നാടകമായിരുന്നു അത്. ആ നാടകം അദ്ദേഹം KPSCയുടെ അവതരണ സമിതിക്ക് നൽകുന്നുണ്ട്. 50-ലാണ് KPSC വരുന്നത്. KPSCയുടെ ആദ്യ നാടകം അത്ര വിജയിച്ച നാടകമല്ല, എൻ്റെ മകനാണ് ശരി എന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളൊക്കെ തന്നെ പ്രതിപാദിക്കുന്ന നാടകമാണ്. പക്ഷേ വലിയ സ്വീകാര്യത അതിനുണ്ടായില്ല. ഈ സമയത്താണ് ഈ ജനാർദ്ദന കുറുപ്പിനെയും രാജഗോപാലൻ നായരെയും ഒക്കെ ഈ നാടകം ഈ തോപ്പിൽ ഭാസി ഏൽപ്പിക്കുന്നത്. അവർ ഈ നാടകം വളരെ സാധ്യതയുള്ളൊരു നാടകമാണ് എന്ന് കരുതുകയും പക്ഷേ ഈ നാടകത്തിൻ്റെ ഒരു പ്രസംഗ സ്വഭാവം, അതിൻ്റെ ഒരു തരത്തിലുള്ള അവതരണപരമായ ഒരു സാങ്കേതികത, കുറച്ചൊരു കൃത്രിമത്വം, അതിൻ്റെ നാടകീയതയിലെ ചില അഭാവങ്ങൾ, ഇതിനെയൊക്കെ പരിഹരിക്കാനായി വലിയ തോതിലുള്ള തിരുത്തലുകൾ വരുത്തുകയും തോപ്പിൽ ഭാസിയുടെ നാടകത്തിൽ രംഗത്ത് വരാത്ത കഥാസൂചന മാത്രമായി നിന്ന കഥാപാത്രങ്ങളെ രംഗവേദിയിൽ കൊണ്ടുവരികയും
തോപ്പിൽ ഭാസിയുടെ നാടകത്തിൽ വളരെ പ്രാബല്യമുണ്ടായിരുന്ന ചില കഥാപാത്രങ്ങളെ പതിയെ പിന്നോട്ട് വലിക്കുകയും ചില കഥാപാത്രങ്ങൾക്ക് കൂടുതൽ മിഴിവ് നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ട് വാസ്തവത്തിൽ ഒരു രംഗപാഠമായി മാറിയ കമ്മ്യൂണിസ്റ്റാക്കിയാണ് ഇന്ന് നമ്മൾ വായിക്കുകയും ഇപ്പോൾ നമ്മൾ കാണുകയും ചെയ്യുന്നത്. തോപ്പിൽ ഭാസിയുടെ പേരിലാണ് അത് വരുന്നതെങ്കിലും ദാമോദരൻ പാട്ടവാക്കിയെക്കുറിച്ച് പറഞ്ഞതുപോലെ അവതരണത്തിൻ്റെ ഒരു ദീർഘ ചരിത്രത്തിലൂടെ പരിണമിച്ച് വന്ന ഓരോ അവതരണം കഴിയുമ്പോഴും ചില ഭേദഗതികൾ നിർദ്ദേശിക്കപ്പെടും. അത് അടുത്ത അവതരണത്തിൽ ആ ഭേദഗതി കൂടി ഉൾപ്പെടും. അങ്ങനെ ഏതാണ്ട് ഒരു വർഷക്കാലം കൊണ്ട് പല മട്ടിൽ രൂപാന്തരപ്പെട്ട നിലയിലാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഈ നാടകം നമ്മുടെ മുമ്പിലുള്ളത് എന്ന കാര്യം കൂടി ഓർക്കണം. പക്ഷേ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യമാണ്, മലയാള നാടകവേദിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അവതരണം ലഭിച്ച നാടകമാണ് 10,000-ലധികം വേദികൾ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം. ഒരുപക്ഷെ ലോകത്ത് തന്നെ അത്യപൂർവ നാടകങ്ങൾക്ക് അതിൽ കൂടുതൽ അവതരണങ്ങൾ ലഭിച്ചിട്ടുണ്ടാവൂ എന്ന് തോന്നുന്നു. അങ്ങനെ 20-25 വയസ്സിൽ കഥയെഴുത്തുകാരനായി തുടങ്ങി. ആ കഥകൾക്കൊക്കെ അത്യാവശ്യം അന്ന് അംഗീകാരമുണ്ട് താനും. ആ കഥയെഴുത്തിൽ നിന്ന് നാടകത്തിലേക്ക് തിരിഞ്ഞു വരികയാണ് ചെയ്യുന്നത്. മുന്നേറ്റം ആദ്യം അച്ചടിക്കപ്പെടുന്നുണ്ട്. അന്നത്തെ വിശ്വകേരളം മാസികയിൽ ആ മുന്നേറ്റം അച്ചടിക്കപ്പെടുന്നുണ്ട്. അതിന് കുറച്ചൊരു സ്വീകാര്യതയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഞാനീ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റാക്കിയാണ് യാദൃച്ഛികമായി ഈ പറഞ്ഞ വലിയൊരു നാടകാവതരണത്തിലേക്ക് എത്തിച്ചേരുകയും തോപ്പിൽ ഭാസിയെ നമ്മുടെ നാടകവേദിയിലെ ഒരു അതുല്യനായ നാടകൃത്താക്കി മാറ്റുകയും ചെയ്തു. ഇപ്പോൾ ഗുപ്തൻ നായരെ അദ്ദേഹം കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്. തോപ്പിൽ ഭാസി അതേക്കുറിച്ച് എഴുതുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരായ നാടകപ്രവർത്തകരും കമ്മ്യൂണിസ്റ്റ് അനുഭാവികളും എന്തു പറയുന്നു എന്ന് മാത്രമല്ല, മറിച്ച് നാടകത്തിൻ്റെ മർമ്മമറിയാവുന്ന കമ്മ്യൂണിസ്റ്റ് അനുഭാവികളല്ലാത്ത ആളുകൾ ഇതെന്ത് കരുതുന്നു എന്നറിയാനും തനിക്ക് താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ നാടകങ്ങൾ പലതും ഗുപ്തൻ നായരെ കാണിച്ചിട്ടുണ്ട്. ചില നാടകങ്ങൾക്ക് ഗുപ്തൻ നായർ തന്നെ ആമുഖം എഴുതിയിട്ടുമുണ്ട്. ആ ഗുപ്തൻ നായരും ഇത് നാടകീയമായി ഉള്ളടക്കമുള്ള ഒന്നാണെന്നും അതിനൊരു സാഹിത്യ മൂല്യമുണ്ട് എന്നുമൊക്കെ അഭിനന്ദിക്കുകയും ചെയ്തതോടെ അദ്ദേഹത്തിനൊരു നാടകൃത്ത് എന്ന നിലയിൽ സ്വന്തം നിലയ്ക്കൊരു ബോധ്യം വരികയും അദ്ദേഹം ഈ നാടക രചനയിലേക്ക് കൂടുതൽ മുഴുകുകയും ചെയ്തു. എന്തായാലും രാജഗോപാലൻ നായരുടെയും ജനാർദ്ദനക്കുറുപ്പിൻ്റെയും ഒക്കെ കൂടി ഇടപെടലിലൂടെ രൂപപ്പെട്ടു വന്ന കമ്മ്യൂണിസ്റ്റാക്കി 1952 ഡിസംബർ 6-ന്, ഒരു ഡിസംബർ 8-നാണ് 92 ഡിസംബർ 8-നാണ് തോപ്പിൽ ഭാസി മരിക്കുന്നത്. ഡിസംബർ 6-ന് ആദ്യാവതരണം നടക്കുന്നുണ്ട്. ചവറയിൽ വെച്ചാണ് അതിൻ്റെ ആദ്യാവതരണം നടക്കുന്നത്. അത് താരതമ്യേന ദീർഘമായൊരു നാടകമായിരുന്നു. അദ്ദേഹം എഴുതിയ നാടകമാണെങ്കിൽ ഏതാണ്ട് 4.5 മണിക്കൂർ അവതരണ ദൈർഘ്യമുള്ള നാടകമായിരുന്നു. അതിനെ ചുരുക്കി പിന്നീട് 2 മണിക്കൂർ 2.5 മണിക്കൂർ നാടകമാക്കി ചുരുക്കുകയാണ് ചെയ്തത്. അത് 52 മുതൽ പിന്നീട് അങ്ങോട്ട് അത്ഭുതകരമായ സ്വീകാര്യത ആ നാടകത്തിന് കിട്ടി. 52-ൽ ഈ നാടകാവതരണം തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യ ദിവസം തന്നെ 10-30-ലധികം ബുക്കിംഗ് ആ നാടകത്തിന് കിട്ടുകയും അത് മുഴുവൻ കേരളത്തിൽ പടർന്നു പിടിക്കുകയും ചെയ്തതോടെ 1953 മാർച്ചിൽ ആ നാടകം നിരോധിച്ചു. നിരോധനം വെല്ലുവിളിച്ച് പല വേദികളിലും അത് അവതരിപ്പിച്ചു. കോവളത്ത് വെച്ച് നടീനടന്മാരെയും മറ്റും അറസ്റ്റ് ചെയ്ത് നാടകം നടത്താൻ വയ്യാത്ത സ്ഥിതി ഉണ്ടായി. ഹൈക്കോടതിയിൽ പിന്നെ കേസ് പറഞ്ഞിട്ട് നിരോധനം നീക്കിയാണ് പിന്നീട് ആ നാടകം തുടർന്നും അവതരിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായത്. അങ്ങനെ ഒരുപക്ഷെ മലയാളത്തിൻ്റെ അതുവരെയുള്ള നാടക ചരിത്രത്തിലോ പിൽക്കാല നാടക ചരിത്രത്തിലോ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയപ്പോൾ ഒരു ഗ്രാൻഡ് ഇവൻ്റ് ഉണ്ടായിട്ടില്ല എന്ന് പറയാം. ഒരു ഇവൻ്റ് എന്ന് നമ്മൾ പറയുമല്ലോ, അതിൻ്റെ സമ്പൂർണ്ണ സംഭവ ബഹുലതയുമുള്ള മട്ടിലൊരു നാടകം കമ്മ്യൂണിസ്റ്റാക്കി പോലെ പിന്നെ ഉണ്ടായിട്ടില്ല. വിജയിച്ച നാടകങ്ങൾ ധാരാളമുണ്ട്, സ്വാധീനം ചെലുത്തിയ നാടകങ്ങളുണ്ട്. പക്ഷേ ഇത്രമേൽ സർവ്വതല സ്പർശിയായ ഒരു സ്വാധീനം മറ്റൊരു നാടകത്തിനും തോപ്പിൽ ഭാസിയുടെ അടക്കം വന്നിട്ടും ഇല്ലായിരുന്നു. പിന്നീട് അദ്ദേഹം ഒരു നാടകൃത്ത് എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത്, പിന്നീട് 16ഓളം നാടകങ്ങൾ അദ്ദേഹം മുഴുനീള നാടകങ്ങൾ എഴുതി. ഓരോന്നിനെക്കുറിച്ചും പറയാൻ ഞാനിവിടെ മുതിരുന്നില്ല, അതിന് സമയവുമില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ നാടകമായിട്ട് വരുന്നത് സർവേക്കല്ലാണ്. സർവേക്കല്ലാവുമ്പോഴേക്കും തൻ്റെ ആദ്യ നാടകത്തെക്കുറിച്ച് ഉയർന്ന ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ സംഗീത നാടകത്തിൻ്റെ പാരമ്പര്യം വഴി കൈവന്ന അതിവൈകാരികതയുടെ ചില അംശങ്ങളുണ്ട് എന്നതും, അതുപോലെ നാടകത്തിൻ്റെ ഹൃദയത്തിലേക്ക് കടക്കുന്ന ഒരു ഗൗരവമേറിയ പ്രമേയത്തിൻ്റെ അല്ലെങ്കിൽ ഗൗരവമേറിയ ആന്തരസംഘർഷത്തിൻ്റെ ഒരു ലോകം അതിൽ വേണ്ടത്ര ഇല്ല എന്നുമുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹത്തിൻ്റെ പരിഗണനയിൽ വന്ന്
ആ പ്രമേയങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് സർവേക്കല്ല് എന്ന നാടകം 65 അദ്ദേഹം എഴുതുന്നത്. സർവേക്കല്ല് വാസ്തവത്തിൽ ഒരു കുടുംബത്തെ കേന്ദ്രീകരിച്ച് ഒരു കാലഘട്ടത്തിൻ്റെ സംഘർഷങ്ങളെ ആവിഷ്കരിക്കുന്നു. കാരണവന്മാർ, സ്വത്ത് തർക്കങ്ങൾ, കുടുംബം, കേസ് നടത്തിപ്പ്, ഇതിലൂടെയൊക്കെ സാമൂഹിക പരിവർത്തനത്തിൻ്റെ ചില ചിഹ്നങ്ങളെ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു നാടകമായിട്ടാണ് സർവേക്കല്ല് വന്നത്. നിരൂപകന്മാരുടെ അഭിനന്ദനം കമ്മ്യൂണിസ്റ്റ് ആക്കിയേക്കാൾ കൂടുതൽ സർവേക്കല്ലിന് ലഭിച്ചെങ്കിലും അത് അരങ്ങിൽ അത്രയൊന്നും വിജയിക്കേണ്ടായില്ല. വലിയൊരു അംഗീകാരം മറ്റേ നാടകം പോലെ കിട്ടുകയുണ്ടായില്ല. പിന്നാലെ അദ്ദേഹം വിശക്കുന്ന കരിങ്കാലി എന്ന പേരിൽ ഒരു നാടകം എഴുതുന്നുണ്ട്. അത് എറണാകുളം കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന അന്ന് ശങ്കരാടിയുടെ ശതാബ്ദി ആയിരുന്നു കഴിഞ്ഞ ദിവസം. നേരത്തെ അശോകൻ പറഞ്ഞതുപോലെ 924 ഒരുപാട് ശതാബ്ദികളുടെ വർഷമാണ്. പി ജെ ആൻ്റണിയുടെ ശതാബ്ദിയാണ്, തോപ്പിൽ ഭാസിയുടെ ശതാബ്ദിയാണ്, ശങ്കരാടിയുടെ ശതാബ്ദിയാണ്, സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദിയാണ്, കുമാരനാശാൻ്റെ മരണത്തിൻ്റെ ശതാബ്ദിയാണ്. ഒരുപാട് ഓർമ്മകൾ ഒരു കാലം മുഴുവൻ നമ്മെ വന്ന് വലയം ചെയ്യുന്നൊരു ശതാബ്ദി വർഷമാണ് വാസ്തവത്തിൽ ഇത്. ശങ്കരാടിയാണെന്ന് പ്രതിഭാ ക്ലബിൻ്റെ സെക്രട്ടറി. അവർക്ക് വേണ്ടിയിട്ടാണ് വിശക്കുന്ന കരിങ്കാലി എഴുതിയത്. പിന്നീട് പ്രതിഭാ ക്ലബിൻ്റെ സെക്രട്ടറി ആയിട്ടും നേതാവായിട്ടും മാറുന്നത് പി ജെ ആൻ്റണിയാണ്. സാന്ദർഭികമായിട്ടൊരു കാര്യം കൂടി പറയാം. കുറച്ച് കാലം കമ്മ്യൂണിസ്റ്റ് ആക്കിയിലെ പരമപിള്ളയെ പി ജെ ആൻ്റണി അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കണ്ടവരതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത് കാമ്പിശ്ശേരി ഉണ്ടാക്കിയ പരമപിള്ളയിൽ നിന്ന് തീർത്തും വ്യത്യസ്തനായ വേറൊരു പരമപിള്ളയാണ് പി ജെ ആൻ്റണി അതിൻ്റെ അവതരണത്തിലൂടെ രൂപപ്പെടുത്തിയത്. അതെങ്ങനെയായിരുന്നു എന്ന് കണ്ടവരാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം പി ജെ ആൻ്റണിയുടെ ഒരു ആകാരത്തിലും പി ജെ ആൻ്റണിയുടെ ഒരു ശരീരഭാഷയും കൊണ്ട് പരമപിള്ള വന്നാൽ നമ്മൾ കണ്ട കാമ്പിശ്ശേരിയുടെ പരമപിള്ളയിൽ നിന്ന് തീർത്തും വ്യത്യസ്തനായ ഒരാളായിരിക്കാനുള്ള എല്ലാ സാധ്യതയും അതിനുണ്ട്. അങ്ങനെ തന്നെയായിരുന്നു എന്നാണ് അതേക്കുറിച്ചുള്ള എഴുത്തുകളിലൊക്കെ കാണുന്നത്. തികച്ചും വ്യത്യസ്തനായ ഒരു എന്തായാലും ഈ പ്രതിഭയ്ക്ക് വേണ്ടി അദ്ദേഹം തയ്യാറാക്കിയ വിശക്കുന്ന കരിങ്കാലി 956 ഘട്ടത്തിൽ വന്നു. അത് വലിയ വിജയമൊക്കെ നേടി. പക്ഷേ വിജയം നേടിയെങ്കിലും അതേക്കുറിച്ച് ഉണ്ടായ അതൊരു രാഷ്ട്രീയ പ്രചരണ നാടകം എന്നതിനപ്പുറം നാടകീയപരമായി അതൊന്നുമല്ല എന്നൊരു തോന്നൽ വിമർശനം അക്കാലത്ത് തന്നെ ഉയർന്നിരുന്നു. തോപ്പിൽ ഭാസി അത് ഗൗരവപൂർവ്വം പരിഗണിക്കുകയും ഈ രണ്ട് പ്രശ്നങ്ങളെയും അഭിസംബോധന ചെയ്യാൻ പറ്റിയ ഒരു നാടകം എന്ന നിലയിലാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാന നാടകമായി അദ്ദേഹം തന്നെ കാണുന്ന കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ അവാർഡ് നാടകത്തിന് ലഭിക്കുന്ന മുടിയനായ പുത്രൻ 956 അദ്ദേഹം രചിക്കുന്നത്. മുടിയനായ പുത്രൻ കേരളത്തിൽ വലിയ രംഗവിജയം നേടിയ നാടകമാണ്. ഒരു നാടകം എന്ന നിലയ്ക്ക് അകമേ ആന്തരികമായ ഒരു സംഘർഷത്തെ പടിപടിയായി വികസിപ്പിച്ചു കൊണ്ടുവന്ന് നാടകത്തെക്കുറിച്ചുള്ള ഒരു സൗന്ദര്യശാസ്ത്രപരമോ സൈദ്ധാന്തികമായ ധാരണകളെ തൃപ്തിപ്പെടുത്തുകയും ചെയ്ത ഒരു നാടകമായിട്ടാണ് 56 അത് വരുന്നത്. ഈ 50കളുടെ പകുതി ആകുമ്പോഴേക്കും കേരളത്തിലും ഇന്ത്യയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാംസ്കാരിക മേഖല അതിശക്തമായിട്ട് വികസിക്കുന്നുണ്ട്. ഇന്ത്യൻ പീപ്പിൾ തിയേറ്റർ അസോസിയേഷൻ എന്ന പേരിൽ ഇപ്റ്റ അതിശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. വാസ്തവത്തിൽ 1940കളിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാംസ്കാരിക മേഖല ഞാൻ അത്ഭുതത്തോടെ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. പി സി ജോഷി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ബോംബെ കമ്മ്യൂണിൽ അംഗങ്ങളായിരുന്ന ആളുകളുടെ പേര് കേട്ടാൽ നമ്മളിന്ന് അമ്മാതിരി നടുങ്ങിപ്പോവും. എം.എഫ്. ഹുസൈൻ എന്നുണ്ട്, പണ്ഡിറ്റ് രവിശങ്കർ അവിടെയുണ്ട്, ചിത്തപ്രസാദുണ്ട്, സുനിൽ ജാനയുണ്ട്. നോക്കൂ, ഇന്ത്യയുടെ കലാമേഖലകളെ പിൽക്കാലത്ത് നയിച്ച മുഴുവൻ മനുഷ്യരും വാസ്തവത്തിൽ 40 ഉണ്ട്. ജോഷി ഇവരെല്ലാം തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ പ്രചാരകരും പ്രവർത്തകരുമാക്കി മാറ്റുന്നുണ്ട്. നിർഭാഗ്യവശാൽ 48 കൽക്കത്ത തിസീസ് വന്നതോടെ ഇവരെല്ലാം പല വഴിയിലായി പോവുകയും ചിത്തപ്രസാദ് ബോംബെയിലാണ് മരിച്ചത്. ചിത്തപ്രസാദ് ബോംബെയിൽ ജീവിക്കുന്നുണ്ടെന്ന് ആരും ഓർക്കാതെ ചിത്തപ്രസാദ് മരിച്ചുപോയി. ബാക്കി ഹുസൈനും പണ്ഡിറ്റ് രവിശങ്കറും സുനിൽ ജാനയും ഒക്കെ അവരവരുടെ മേഖലകളിൽ വലിയ ആളുകളായി. ചിത്തപ്രസാദ് ഏകാഗിയും അശരണനുമായിട്ടാണ് മരിച്ചത്. ചിത്തപ്രസാദ് വാസ്തവത്തിൽ ബംഗാൾ ക്ഷാമത്തെക്കുറിച്ച് ഇന്ത്യയിൽ വരയ്ക്കപ്പെട്ട ഏറ്റവും ഗംഭീരമായ വരകൾ സോമനാഥ് ഹോറിൻ്റെയും ചിത്തപ്രസാദിൻ്റെയുമാണ്. രണ്ടുപേരെയും അതിന് നിർദ്ദേശിക്കുന്നതും അങ്ങോട്ട് അയക്കുന്നതും ഈ പി സി ജോഷിയാണ്. 40കളിലെ 50കളിലും കേരളത്തിലെയും ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമുഖങ്ങളായിട്ട് ഇങ്ങനെയുള്ള വലിയ കലാപ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. 50കളിൽ ഇപ്റ്റ രൂപപ്പെടുന്നുണ്ട്. ഇപ്റ്റയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ KPSC അക്കാലത്ത് തീരുമാനിക്കുകയും KPSC ബോംബെ, കൽക്കറ്റ, മദ്രാസ്, പൂന തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അവതരണങ്ങൾ നടത്തുകയും
അവിടെ വച്ച് ബൽരാജ് സാഹിനിയെ പോലെ അന്നത്തെ ഇന്ത്യൻ തിയേറ്ററിലെ ഏറ്റവും വലിയ ആളുകളിലൊരാൾ തോപ്പിൽ ഭാസിയുമായിട്ട് പരിചയപ്പെടുകയും തോപ്പിൽ ഭാസിയുടെ നാടകങ്ങൾ, ബൽരാജ് സാഹിനി മാത്രമല്ല, ഇപ്പോൾ പൃഥ്വിരാജ് കപൂറിനെ പോലെ, കെ അബ്ബാസിനെ പോലെയൊക്കെയുള്ള ഇന്ത്യൻ തിയേറ്ററിൻ്റെ ഏറ്റവും വലിയ മനുഷ്യർ അന്ന് തോപ്പിൽ ഭാസിയെ നാടകങ്ങൾ കാണുകയും അതിനെക്കുറിച്ചുള്ള അപ്രീസിയേഷൻസൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട്. തോപ്പിൽ ഭാസി പറയുന്ന ഒരു കാര്യമുണ്ട്, നാടകം എന്ന് പറയുന്നതിൽ അതിൻ്റെ രംഗസജ്ജീകരണത്തിന്, പ്രത്യേകിച്ച് ലൈറ്റിങ്, അതുപോലെ സെറ്റിങ്സ്, പശ്ചാത്തല സംവിധാനങ്ങൾ, ഇതൊക്കെ എത്ര പ്രധാനമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് ബൽരാജ് സാഹിനിയുടെയും മറ്റ് നാടകങ്ങൾ കണ്ടപ്പോഴാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ നാടകത്തെ രചനാപരമായ ഒരു സാങ്കേതിക അംശത്തിനപ്പുറത്തേക്ക് നാടകത്തിന് അവതരണപരമായ ഒരു സവിശേഷ പ്രാധാന്യമുണ്ടെന്നും രംഗസജ്ജീകരണം മുതൽ ശബ്ദക്രമീകരണം വരെയുള്ള നിരവധി കാര്യങ്ങൾ വാസ്തവത്തിൽ നാടകത്തെ സംബന്ധിച്ച് പ്രധാനമാണ് എന്നുമുള്ള ഒരു തിരിച്ചറിവിലേക്ക് തന്നെ എത്തിച്ചത് ബൽരാജ് സാഹിനിയുടെ നാടകമാണ് എന്ന കാര്യം അദ്ദേഹം അവിടെ വെച്ച് പറയുന്നുണ്ട്. എന്തായാലും ഈ സാഹിനിയുടെയൊക്കെ പ്രേരണയിൽ സാഹിനി കമ്മ്യൂണിസ്റ്റാക്കിയെ വലിയ തോതിൽ പ്രശംസിക്കുകയാണ് ചെയ്തത്. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റാക്കിയെക്കുറിച്ച് അക്കാലത്ത് പല നാടക പണ്ഡിതന്മാരും നടത്തിയിരുന്ന വിമർശനത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരുന്നു ബൽരാജ് സാഹിനിയുടെ വിശദീകരണം. അദ്ദേഹം പറഞ്ഞത് ജനതയും ആസ്വാദകരും നാടകവുമായുള്ള സമ്പൂർണ്ണ ഐക്യം എന്നതാണ് കമ്മ്യൂണിസ്റ്റാക്കിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ കാഴ്ചക്കാരും നാടകവും തമ്മിലുള്ള അഭേദത്തിലേക്ക് നാടകം എത്തുന്നത് കമ്മ്യൂണിസ്റ്റാക്കിയിൽ കാണാൻ കഴിയും എന്ന് ബൽരാജ് സാഹിനി വിലയിരുത്തുകയും അത് തോപ്പിൽ ഭാസിക്ക് വലിയ അഭിനന്ദനായി തീരുകയും ഒക്കെ ചെയ്തു. ഇതിന് ശേഷമാണ് ബൽരാജ് സാഹിനി കേരളത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നുണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക പ്രതിനിധിയായി കേരളത്തിലെ ആദ്യത്തെ ഒരു കലാകാരൻ സ്റ്റേറ്റ് ഗസ്റ്റായി വരുന്നത് സാഹിനിയാണ്. സാഹിനിയോടൊപ്പം അദ്ദേഹം നാട് മുഴുവൻ സഞ്ചരിക്കുന്നുണ്ട്. സാഹിനി വന്ന സമയത്താണ് അദ്ദേഹം മൂലധനം എന്ന നാടകം എഴുതുന്നത്. നേരത്തെ ഇവിടെ സിദ്ദിഖ് പറഞ്ഞതുപോലെ ശൂരനാട്ട് കലാപവും ആ കലാപത്തിൻ്റെ അദ്ദേഹം തോപ്പിൽ ഭാസി പറയുന്നുണ്ട്, ശൂരനാട്ട് കലാപത്തിലെ സഖാക്കൾ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഉദിച്ച ചില തോന്നലുകളാണ് പിന്നെ ഞാൻ ആ മൂലധനമാക്കി മാറ്റിയത് എന്ന് പറഞ്ഞ് വാസ്തവത്തിൽ ശൂരനാട്ട് കലാപത്തിൻ്റെ ചില പ്രേരണകളിൽ നിന്ന് തോപ്പിൽ ഭാസി ഉണ്ടാക്കിയെടുത്തൊരു നാടകമാണ് ഈ മൂലധനം. മൂലധനത്തിൻ്റെ അവതരണം കാണാൻ ബൽരാജ് സാഹിനി ഉണ്ടായിരുന്നു. സാഹിനി അപ്പം അഭിപ്രായമൊന്നും പറഞ്ഞില്ല. അദ്ദേഹം തിരിച്ചു പോയിട്ട് തോപ്പിൽ ഭാസിക്ക് ദീർഘമായൊരു കത്തെഴുതി. തോപ്പിൽ ഭാസിയോട് അദ്ദേഹം പറഞ്ഞത്, താങ്കളൊരു ട്രെയിനിലോ മറ്റോ സഞ്ചരിച്ച് തുടങ്ങി, അടുത്ത നാടകത്തിൽ താങ്കൾ വിമാനത്തിൽ കയറുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷേ താങ്കൾ കാളവണ്ടിയിലേക്ക് മടങ്ങിയല്ലോ എന്ന അതിനിശിതമായൊരു വിമർശനമാണ് ഈ ബൽരാജ് സാഹിനി തോപ്പിൽ ഭാസിയുടെ മൂലധനത്തെക്കുറിച്ച് പറഞ്ഞത്. തോപ്പിൽ ഭാസി പക്ഷേ ആ വിമർശനം 100% വകവെച്ച് കൊടുത്തു എന്ന് തോന്നുന്നില്ല. ഈ കത്ത് അദ്ദേഹം ഉദ്ധരിച്ച് വിവർത്തനം ചെയ്ത് തൻ്റെ ഓർമ്മക്കുറിപ്പുകളിലൊക്കെ ചേർത്തിട്ടുണ്ട്. പക്ഷേ മൂലധനത്തെക്കുറിച്ച് ബൽരാജ് സാഹിനി പറഞ്ഞ അഭിപ്രായം തോപ്പിൽ ഭാസി വകവെച്ച് കൊടുത്തോ എന്ന കാര്യം സംശയവുമാണ്. എന്തായാലും ജനതയുമായി താതാത്മ്യപ്പെട്ട നാടകം എന്നതിന് പകരം ജനതയെ അകറ്റുന്നൊരു നാടകമായിട്ടും ജനങ്ങൾക്ക് മുകളിൽ സന്ദേശങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു നാടകമായിട്ടും ജനങ്ങളുമായിട്ടുള്ള ഐക്യത്തെ ദുർബലപ്പെടുത്തിയ ഒരു നാടകമായിട്ടും ഒരു നാടകൃത്ത് എന്ന നിലയിൽ തോപ്പിൽ ഭാസിയുടെ പിന്നോട്ട് പോക്കായിട്ടാണ് ബൽരാജ് സാഹിനി ഈ മൂലധനത്തെ കണ്ടത്. എന്തായാലും തോപ്പിൽ ഭാസി ആ വിമർശനത്തെ ഗൗരവപൂർവ്വം എടുത്തിട്ടുണ്ട്. പക്ഷേ അത് അദ്ദേഹത്തിന് 100% സ്വീകാര്യമായിരുന്നോ എന്ന് അറിയില്ല. ഇതിന് ശേഷം അദ്ദേഹം എഴുതിയ പ്രധാനപ്പെട്ട നാടകമാണ് 59 വരുന്ന പുതിയ ആകാശം പുതിയ ഭൂമി എന്നത്. അപ്പോഴേക്കും 1-ാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞു, 2-ാം പഞ്ചവത്സര പദ്ധതി വരുന്നു. രാഷ്ട്രനിർമ്മാണം എന്ന് പറയുന്നത് വലിയൊരാശയമായിട്ട് ഇന്ത്യയിൽ വരുന്നു. പീച്ചി അണക്കെട്ട് കാണാൻ പോയപ്പോൾ അണക്കെട്ടിന് വേണ്ടി ജീവൻ സമർപ്പിച്ച ആളുകളുടെ പേര് അവിടെ എഴുതി വച്ചിരിക്കുന്നതെല്ലാം കണ്ടിട്ട് ഈ രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ മനുഷ്യരെക്കുറിച്ചുള്ള തൻ്റെ ഒരു വൈകാരികമായ ഭാവത്തിൽ നിന്നാണ് താനത് എഴുതിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഒരുപക്ഷെ ആ കാലത്തെ പ്രധാനപ്പെട്ട ഒരു സ്പിരിറ്റാണല്ലോ രാജ്യത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ ഉതകുന്ന മട്ടിലുള്ള രചനകൾ നടത്തുക എന്നത്. ആ നിലയിലാണ് പുതിയ ആകാശം പുതിയ ഭൂമി എന്ന നാടകം എഴുതുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാർവത്രികമായ അഭിനന്ദനം കിട്ടിയ അദ്ദേഹത്തിൻ്റെ ഒരു നാടകമായിരുന്നു അത്. ഇതിന് പിന്നീട് 63-ൽ അദ്ദേഹം അശ്വമേധം എഴുതുന്നു. അശ്വമേധവും അതിന് പിന്നാലെ ശരശയ്യയും. ഒരു നാടകത്തിന് മലയാള നാടകവേദിയിൽ ഒരു തുടർച്ച, ഒരു 2-ാം ഭാഗം പോലൊരു നാടകം വരുന്നത് ശരശയ്യയാണ് 64-ൽ. ഈ നാടകത്തിലാണ് വളരെ മർമ്മസ്പർശിയായ, ഒരുപക്ഷെ
സിദ്ദിഖ് ഇവിടെ അത് പറയുകയുണ്ടായി. ഒരുപക്ഷെ രോഗം, ആരോഗ്യം, സമൂഹം തുടങ്ങിയവയെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഒരു നാടകം ഉന്നയിക്കാൻ ശ്രമിക്കുന്നത് അശ്വമേധത്തിലാണ്. അശ്വമേധത്തിനൊരു പശ്ചാത്തലമുണ്ട് കേട്ടോ. തോപ്പിൽ ഭാസി ആദ്യ നിയമസഭയിൽ അംഗമാണല്ലോ. അന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ AR മേനോനാണ്. അന്ന് ഈ കുഷ്ഠരോഗം നിയന്ത്രിക്കാവുന്ന ഒരു അസുഖമല്ല. അതുകൊണ്ട് പൊതുനിരത്തിൽ കാണുന്ന കുഷ്ഠരോഗികളെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു നിർദ്ദേശം, നിയമനിർമ്മാണത്തിൻ്റെ നിർദ്ദേശം AR മേനോൻ അന്ന് കേരള നിയമസഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. തോപ്പിൽ ഭാസി അതിശക്തമായി അതിനെ എതിർക്കുകയും തൻ്റെ ഗവൺമെൻറ്റാണ് ഇത് കൊണ്ടുവരുന്നത് എന്നൊന്നും പരിഗണിക്കാതെ അതിശക്തമായിട്ട് അദ്ദേഹം അതിനെ എതിർക്കുകയും ഈ ചോദ്യം അദ്ദേഹം നിയമസഭയിൽ ചോദിക്കുന്നുണ്ട്. രോഗം ഒരു കുറ്റമാണോ എന്ന ചോദ്യം. ആ ചോദ്യമാണ് പിന്നെ അദ്ദേഹം നാടകമാക്കിയത്. വാസ്തവത്തിൽ ഇത് വലിയ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. കാരണം മുതലാളിത്തത്തിൻ്റെ ഒരു അടിസ്ഥാന സമീപനം, ഈ രോഗത്തെക്കുറിച്ചുള്ളൊരു അടിസ്ഥാന സമീപനം എന്താ വെച്ചാൽ രോഗം രോഗിയുടെ ഉത്തരവാദിത്തമാണ് എന്നാണ്. വാസ്തവത്തിൽ വ്യക്തിവാദത്തിൻ്റെ ഒരു ചികിത്സാ തലത്തിലേക്കുള്ള കടത്തിവിടലാണ്. നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ രോഗവും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാൽ രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കണം, ആരോഗ്യം നിങ്ങൾ സംരക്ഷിക്കണം. ഇത് വാസ്തവത്തിൽ വ്യക്തികളുടെ സാമൂഹികമായ നിലനിൽപ്പിനെയോ വ്യക്തികളുടെ നിലനിൽപ്പിൻ്റെ പിന്നിലുള്ള സാമൂഹികമായ താല്പര്യങ്ങളെയോ നിഷേധിക്കുന്ന അങ്ങേയറ്റം വ്യക്തിവാദപരമായ ബുർഷ്വാ ഇൻഡിവിജ്വലിസത്തിൻ്റെ ഒരാവിഷ്കാരമാണ്. തോപ്പിൽ ഭാസി ഇതൊന്നും ഇങ്ങനെ പറയുന്നില്ല, പക്ഷേ നമ്മുടെ സമൂഹത്തിൽ വളരെ വേര് പിടിച്ച് നിൽക്കുന്ന ഒരാശയമാണ്. ഇതുതന്നെയാണ് മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ഈ കേരള ചരിത്രത്തിലെ അസാധാരണമായൊരു മുഖപ്രസംഗം കേസരി ബാലകൃഷ്ണപിള്ള കേസരി പത്രത്തിൽ എഴുതുന്നുണ്ട്. അത് വധശിക്ഷയ്ക്കെതിരെയുള്ള മുഖപ്രസംഗമാണ്. തിരുവാങ്കൂർ ശ്രീമൂലം പ്രജാസംബളിയിൽ ഒരു പ്രൈവറ്റ് പ്രമേയം വരുന്നു. ആ പ്രമേയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വധശിക്ഷയിൽ നിന്ന് സ്ത്രീകളെ ഒഴിവാക്കണം എന്നൊരു പ്രമേയം വരുന്നു. കേസരി ആണ് ഈ ആദ്യമായിട്ട് നിയമസഭയിൽ പോയിട്ട് അവിടെ നടക്കുന്ന സഭാ നടപടികൾ കണ്ട് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ള പണി കേരളത്തിൽ ആദ്യം ചെയ്ത ആൾ കേസരി ബാലകൃഷ്ണപിള്ള. അതിനു മുമ്പ് ആരും പോക്കൊന്നുമില്ല. കേസരി എല്ലാ ദിവസവും പോവും. എന്നിട്ട് അവിടെ നടക്കുന്ന ഓരോ സംഗതികളും റിപ്പോർട്ട് ചെയ്യും, അതേക്കുറിച്ച് എഴുതും. ഇങ്ങനൊരു പ്രൈവറ്റ് പ്രമേയം വന്നു. അത് അംഗീകരിക്കപ്പെട്ടില്ല, അത് പിൻവലിക്കുകയും ചെയ്തു. കേസരി പക്ഷേ അതിദീർഘമായ ഒരു മുഖപ്രസംഗം അതേക്കുറിച്ച് എഴുതി. ആ മുഖപ്രസംഗമാണ് എൻ്റെ അറിവിൽ വധശിക്ഷയ്ക്കെതിരെ ഇന്നും മലയാളത്തിലുള്ള ഏറ്റവും ഗംഭീരമായ വാദം അതിനകത്താണ്. കേസരി അതിൽ ഉന്നയിച്ച ചോദ്യം എന്താണ് ശിക്ഷ, ശിക്ഷയുടെ പിന്നിലെ പ്രേരണകൾ എന്താണ്, ശിക്ഷാസങ്കല്പം കാലത്തിൽ എങ്ങനെയാണ് മാറിയത്. കേസരി 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രാചീന ഘട്ടത്തിൽ പ്രാകൃത സമൂഹങ്ങളിൽ ശിക്ഷ എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ പ്രേരണ പ്രതികാരമാണ്. കട്ടവൻ്റെ കൈവെട്ടുക, കൊന്നവനെ കൊല്ലുക എന്ന മട്ടിലുള്ള പ്രതികാര ബുദ്ധിയിലാണ് പ്രാചീന സമൂഹങ്ങൾ ശിക്ഷയെ കണ്ടിരുന്നത്. അടുത്തൊരു ഘട്ടത്തിലാണ് ശിക്ഷ എന്ന് പറയുന്നത് നഷ്ടപരിഹാരം എന്ന സങ്കല്പത്തിലേക്ക് വരുന്നത്. കുറ്റകൃത്യങ്ങൾ വഴി എന്തെല്ലാം നഷ്ടമുണ്ടാകുന്നോ ആ നഷ്ടങ്ങളൊക്കെ കുറ്റവാളിയായ ആളിൽ നിന്ന് വീണ്ടെടുക്കുക എന്നതാണ് നഷ്ടപരിഹാര സങ്കല്പം. കേസരി പറയുന്നത് ഇത് രണ്ടും അടിസ്ഥാനപരമായി തെറ്റായ സമീപനമാണ്. മറിച്ച് ശിക്ഷയുടെ പിന്നിൽ ഒറ്റ പ്രേരണയെ ആധുനിക സമൂഹം കൊണ്ടു നടക്കാവൂ, അത് പരിഷ്കരണമാണ് എന്ന് കേസരി പറയുന്ന ഒരു വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ കുറ്റവാളിയായി തീരുന്നത് സമുദായ ജീർണത കൊണ്ടാണ്. മഹാഭൂരിപക്ഷം മനുഷ്യരും കുറ്റകൃത്യങ്ങളിൽ പെടുന്നത് സമുദായ ജീർണത കൊണ്ടാണ്. സമുദായം എന്ന വാക്ക് ഇപ്പോൾ ജാതിയായി മാറി കേട്ടോ. അന്ന് സമുദായം എന്ന് പറഞ്ഞാൽ മനുഷ്യ സമുദായം എന്ന് വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സമുദായം എന്ന് കേട്ടാൽ നമ്മുടെ ജാതി എന്ന് മാത്രമേ തോന്നുള്ളൂ. ആ നിലയിൽ ആ വാക്ക് മാറി. സ്വതന്ത്ര സമുദായം എന്ന് പറഞ്ഞ് കേരളത്തിലൊരു പുസ്തകം ഉണ്ടായിരുന്നു, ഈ മാധവൻ എഴുതിയത്. കേരളത്തിൽ നിരോധിച്ച പുസ്തകം അത്. തിരുവാങ്കൂറിൽ അത് കയ്യിൽ വെച്ച് അറസ്റ്റ് ചെയ്യാമായിരുന്ന പുസ്തകമായിരുന്നു സ്വതന്ത്ര സമുദായം. അപ്പോൾ കേസരി പറയുന്നത് സമുദായ ജീർണത കൊണ്ടൊരു വ്യക്തി കുറ്റവാളിയായി തീർന്നതിന് ശേഷം അതിൻ്റെ ഉത്തരവാദിത്വം കുറ്റവാളിയായ വ്യക്തിക്ക് മാത്രമാണെന്ന് തീർപ്പാക്കുക വഴി തങ്ങളുടെ ഉത്തരവാദിത്വം മറ്റൊരാളിൽ വച്ചുകെട്ടി സമൂഹം രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വാസ്തവത്തിൽ ഈ കുറ്റകൃത്യത്തിൽ തങ്ങൾക്ക് കൂടി ഉത്തരവാദിത്വമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് കുറ്റവാളിയെ പരിഷ്കരിക്കാനും കുറ്റകൃത്യങ്ങൾക്ക് വഴിവെച്ച അവസ്ഥയെ ഇല്ലാതാക്കാനും ഉതകുന്ന പ്രവർത്തനമാണ് ആധുനിക സമൂഹം ചെയ്യേണ്ടത്. പരിഷ്കരണമെന്ന സങ്കല്പമേ ഇല്ലാത്തതാണ്, അതിനെ നിരസിക്കുന്നതാണ് വധശിക്ഷ എന്നതുകൊണ്ട് വധശിക്ഷ നടപ്പാക്കിക്കൂടാ. ഒരു ശിക്ഷ എന്ന നിലയ്ക്ക് അത് ഒരു നിലയ്ക്കും സ്വീകാര്യമല്ല എന്ന് 1930കളിൽ കേസരി എഴുതുകയുണ്ടായി. ഇപ്പോഴെന്താ സ്ഥിതി എന്ന് വെച്ചാൽ ആകാവുന്ന കുറ്റകൃത്യങ്ങൾക്കൊക്കെ വധശിക്ഷ കൊടുക്കണം എന്നുള്ള നിലയിലേക്ക് നമ്മുടെ ഭ്രാന്ത് മൂത്ത് വരികയാണ്. വധശിക്ഷ കൊണ്ട് എല്ലാം പരിഹരിക്കാൻ പറ്റും,
എന്ന് നമ്മൾ എങ്ങനെയോ ധരിക്കുന്നു. ലോകത്ത് വിവേകമുള്ള മിക്കവാറും രാജ്യങ്ങളൊക്കെ വധശിക്ഷ നിർത്തിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ സാമൂഹ്യ ജീവിതത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് വ്യക്തിയെയും വ്യക്തികളുടെ ജീവിത ബോധ്യങ്ങളെയും മാത്രം കൊണ്ടുവരികയും സാമൂഹികത എന്ന ഉള്ളടക്കത്തെ നിഷേധിക്കുകയും ചെയ്യുന്ന സമീപനത്തിനെതിരെ രോഗത്തെ മുൻനിർത്തിയുള്ള ഒരു വലിയ വിമർശനം ഈ അശ്വമേധം എന്ന നാടകത്തിലുണ്ട്. അത് രോഗിയായിത്തീരുന്നത് ഒരാളുടെ കുറ്റമല്ലെന്നും അതിന് സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ടെന്നും ഉന്നയിച്ചുകൊണ്ട് സാമൂഹികത, രോഗം എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നാടകമായിട്ട് മാറി. അതിൻ്റെ തുടർച്ചയിൽ അടുത്ത വർഷം അദ്ദേഹം ശരശയ്യ എന്ന നാടകവും എഴുതുന്നു. പിന്നീട് അദ്ദേഹം എഴുതിയ പ്രധാന നാടകം 65 യുദ്ധകാണ്ഡമാണ്. ഇൻഡോ ചൈന യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ നാടകമാണ്. ഇതിനുശേഷം കുറേയേറെ നാടകങ്ങൾ അദ്ദേഹം എഴുതി. 1967 ഓരോന്നിനെക്കുറിച്ച് ഞാൻ വിസ്തരിച്ച് പറയുന്നില്ല, സമയക്കുറവ്. 67 കൂട്ടുകുടുംബം എന്ന നാടകം എഴുതി. 68 തുലാഭാരം എഴുതി. അത് പിന്നീട് സിനിമയായി. ശാരദ അതുല്യമായ അംഗീകാരങ്ങൾ ആ സിനിമ വഴിയാണ് നേടിയത്. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ വളരെ ദുഃഖിതനായിരുന്നു തോപ്പിൽ ഭാസി. അതേക്കുറിച്ച് അശോകൻ നേരത്തെ ഇവിടെ പറഞ്ഞു. വെളിച്ചത്തിലെ യാഥാർത്ഥ്യങ്ങൾ എന്ന് അദ്ദേഹം പിളർപ്പിനെതിരെ എഴുതിയ കാര്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിനെ മുൻനിർത്തി അദ്ദേഹം ഒരു നാടകം എഴുതിയിട്ടുണ്ട്, ഇന്നലെ ഇന്ന് നാളെ എന്ന പേരിലൊരു നാടകം. അത് ഇന്നലെ ഉണ്ടായിരുന്ന ഐക്യത്തെയും ഇന്നുണ്ടായിരുന്ന ഭിന്നിപ്പിനെയും അതിനെ മറികടന്ന് നാളെ രൂപപ്പെടാവുന്ന ഒരു ഐക്യത്തെയും കുറിച്ചുള്ള തൻ്റെ ബോധ്യങ്ങളെയൊക്കെ ചേർത്താണ് ആ നാടകം എഴുതിയത്. അത് വിജയിക്കുകയൊന്നുണ്ടായില്ല. പക്ഷേ അത് അക്കാലത്ത് കുറച്ച് അസ്വാസ്ഥ്യങ്ങൾ രാഷ്ട്രീയമായിട്ടുണ്ടാക്കിയൊരു നാടകമായിരുന്നു, ഫലപ്രദമായില്ല. പിന്നീട് അദ്ദേഹം 70കളിൽ എഴുതിയൊരു നാടകം അദ്ദേഹത്തെ തന്നെയും അദ്ദേഹം ഉൾപ്പെട്ട പാർട്ടിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളിൽ എത്തിച്ചതാണ്. ഭരതക്ഷേത്രം എന്ന പേരിലൊരു നാടകം അദ്ദേഹം എഴുതി. അതിൽ ഇന്ദിരാഗാന്ധി, സഞ്ജയ് ഗാന്ധി, അന്നത്തെ ഗവൺമെൻറ് ഇതിനോടെല്ലാം വളരെ വിമർശനാത്മകമായ നിലപാടുള്ള ഒരു നാടകമായിട്ടാണ് അദ്ദേഹം ഭരതക്ഷേത്രം എഴുതിയത്. അത് പാർട്ടിയുടെ അന്നത്തെ CPIയുടെ അന്നത്തെ വീക്ഷണമായിട്ട് അതിന് ധാരാളം വ്യത്യാസങ്ങളുള്ളതുകൊണ്ട് അതിൽ തിരുത്തലുകൾ വരുത്തണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടെങ്കിലും ഭാസി അതിന് വഴങ്ങാതെ അദ്ദേഹം മദ്രാസിലേക്ക് പോവുകയാണ് ചെയ്തത്. അദ്ദേഹം തിരുത്താനൊന്നും തയ്യാറായില്ല. ചില ആളുകൾ അങ്ങനെയാണ്. ഞാൻ ദാമോദരനെ കുറിച്ച് വായിച്ചപ്പോൾ ചെക്കോസ്ലോവാക്യയിലെ അധിനിവേശം കഴിഞ്ഞപ്പോൾ, സോവിയറ്റ് ഇൻവേഷൻ കഴിഞ്ഞ സമയത്ത്, ഹംഗറിയിലെ ഇൻവേഷൻ്റെ സമയത്ത് ദാമോദരൻ സോവിയറ്റ് പാർട്ടിയുടെ കൂടെയാണ്, സോവിയറ്റ് ഗവൺമെൻറ്റാണ്. ശരി, അന്ന് C. അച്യുതമേനോൻ രാജിവെച്ച് പോകുന്നുണ്ട് സ്റ്റേറ്റ് കൗൺസിലിൽ നിന്ന്, ഇത് അധിനിവേശമാണെന്ന് പറഞ്ഞു. അന്ന് അച്യുതമേനോനെ പോയി കണ്ട് ചർച്ച ചെയ്ത് സെറ്റിലാക്കി പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് ദാമോദരനാണ്. പക്ഷേ ചെക്കോസ്ലോവാക്യൻ ഇഷ്യൂ വന്നപ്പോൾ, അപ്പോഴേക്കും പിന്നെ മറ്റേ 56 20ാം പാർട്ടി കോൺഗ്രസ് രേഖ വന്നു. തന്നെ ഒരുപാട് അവ്യക്തതകളിലേക്ക് അത് തള്ളിവിട്ടു എന്ന കാര്യം ദാമോദരൻ പറയുന്നുണ്ട്. ചെക്കോസ്ലോവാക്യ ഇഷ്യൂ വന്നപ്പോൾ പക്ഷേ ദാമോദരൻ അതിനെതിരായിരുന്നു. സോവിയറ്റ് നിലപാട് ശരിയല്ല എന്ന കാഴ്ചപ്പാട് അദ്ദേഹം എടുത്തു. എന്നു മാത്രമല്ല, അദ്ദേഹം ചെക്കോസ്ലോവാക്യയിലെ എംബസി പോയി, ഡൽഹി എംബസി പോയിട്ട് അവിടെ ലഭ്യമായ മുഴുവൻ രേഖകളുമൊക്കെ പരിശോധിച്ചിട്ട് സോവിയറ്റ് യൂണിയൻ്റെ ഇടപെടലിനെതിരെ അദ്ദേഹം ഒരു ലഘുലേഖ തയ്യാറാക്കി. സ്വന്തം പേരൊന്നും വച്ചിട്ടില്ല, പക്ഷെ ഒരു ലഘുലേഖ തയ്യാറാക്കി അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അത് അന്ന് CPI നിശ്ചയമായിട്ടും സോവിയറ്റ് പാർട്ടിയോടൊപ്പമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം സോവിയറ്റ് പാർട്ടിയോടൊപ്പമാണ്. ഇത് ദാമോദരനാണ് ചെയ്തതെന്ന് നാഷണൽ കൗൺസിലിൽ എല്ലാവർക്കും വ്യക്തമായി. ദാമോദരനെതിരെ നടപടിയെടുക്കണം എന്ന് വന്നു. അപ്പോൾ അന്ന് നാഷണൽ കൗൺസിൽ അംഗമായിരുന്ന രേണു ചക്രവർത്തി കൗൺസിലിൽ പറഞ്ഞു, ദാമോദരന് തെറ്റ് തിരുത്താനായിട്ട് 15 ദിവസം കൊടുക്കണം, അത് കഴിഞ്ഞിട്ടേ നടപടി എടുക്കാവുള്ളൂ. ദാമോദരൻ പറഞ്ഞു, 15 ദിവസമല്ല 15 കൊല്ലം കഴിഞ്ഞാലും ഞാൻ ഈ നിലപാട് മാറ്റൂല എന്ന് പറയുകയും അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുകയും ഒക്കെ ചെയ്തൊരു കാര്യമുണ്ട്. ചില മനുഷ്യരുടെ ചില സ്വഭാവവിശേഷങ്ങളെക്കുറിച്ച് കൂടിയാണ് ഞാൻ പറയുന്നത്. പിന്നെ അതിൽ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യേണ്ടായില്ല. എന്തായാലും തോപ്പിൽ ഭാസിയും അത് തിരുത്താനൊന്നും തയ്യാറായില്ല. അദ്ദേഹം ആ നാടകം പിന്നെ കാര്യമായി രംഗത്തെത്തിയുമില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നാടകം 1980 വരുന്ന കയ്യും തലയും പുറത്തിടരുത് എന്ന നാടകമാണ്. 83 സൂക്ഷിക്കുക ഇടതുവശം പോവുക. ഈ 2 നാടകങ്ങളും ഒരു പൊളിറ്റിക്കൽ ലെഫ്റ്റിനെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുക എന്ന ലക്ഷ്യത്തോടെ ചെയ്ത നാടകങ്ങളാണ്. അവയൊക്കെ സാമാന്യ വിജയങ്ങളെ നേടിയുള്ളൂ. ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ നാടക പ്രവർത്തനത്തിൽ ശ്രദ്ധേയമായി തോന്നിയ 3 നാടകങ്ങൾ, വേറിട്ട് നിൽക്കുന്ന 3 നാടകങ്ങളുണ്ട്. അത് 84 അദ്ദേഹം മൃച്ഛകടികം എന്ന നാടകം, 86 പാഞ്ചാലി, 87 ശാകുന്തളത്തെക്കുറിച്ച് ഇവിടെ സിദ്ദിഖ് പറയുണ്ടായി. ഈ 3 നാടകങ്ങളും അദ്ദേഹത്തിന് സംസ്കൃതം അത്യാവശ്യം നന്നായിട്ട് അറിയുമായിരുന്നു. സംസ്കൃത നാടക പാരമ്പര്യവുമായിട്ടൊക്കെ അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ മൃച്ഛകടികം എന്നുള്ള നാടകം നമുക്കറിയാം, സംസ്കൃത നാടകവേദിയിൽ തന്നെ വളരെ വേറിട്ട് നിൽക്കുന്ന ഭാസൻ്റെ ഉരുഭംഗം പോലെ
വേറിട്ട് നിൽക്കുന്ന ഒരു സാമൂഹിക നാടകമെന്ന് പ്രാചീന സംസ്കൃത നാടകങ്ങളിൽ ഏതിനെങ്കിലും വിളിക്കാമെങ്കിൽ അങ്ങനെ വിളിക്കാവുന്നൊരു നാടകമാണ് ഈ ശൂദ്രകൻ്റെ മൃച്ഛകടികം. അത് അദ്ദേഹം ഒരു പുനർവ്യാഖ്യാനത്തിലൂടെ പൗരാണികമായ ഒരു പാരമ്പര്യത്തെ സമകാലികമാക്കുക എന്ന മട്ടിലുള്ള ഒരു രൂപത്തിൽ അവതരിപ്പിച്ചു. സായികുമാറാണ്, കൊട്ടാരക്കരയുടെ മകനായ സായികുമാറാണ് അന്നതിൽ മുഖ്യമായിട്ട് അഭിനയിച്ചിരുന്നത്. അതുപോലെ മഹാഭാരതത്തിലെ പാഞ്ചാലിയെ, കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ മഹാഭാരതം കമ്പോട് കമ്പ് വായിച്ചിട്ട് പാഞ്ചാലിയെ പുനരവതരിപ്പിക്കുന്ന ഒരു നാടകവും അദ്ദേഹം കൊണ്ടുവരികയുണ്ടായി. ശാകുന്തളത്തെയും അദ്ദേഹം പിന്നീട് പുനരാഖ്യാനം ചെയ്യുകയുണ്ടായി. ഇങ്ങനെ 80കളിൽ അദ്ദേഹം ചെയ്ത നാടകപരമായി ചെയ്ത ഒരു കാര്യം പൗരാണിക നാടക പാരമ്പര്യത്തെ, പ്രത്യേകിച്ചും സംസ്കൃത നാടക പാരമ്പര്യത്തെ അതിനെ നമ്മുടെ കാലത്തിൻ്റെ യുക്തികളിലേക്ക് കൊണ്ടുവരിക എന്ന നിലയിലുള്ള ഒരു ശ്രമമാണ്. പാഞ്ചാലിയിൽ സവിശേഷമായൊരു സ്ത്രീപക്ഷ വീക്ഷണം ഉയർത്തിക്കൊണ്ടുവരാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോഴേക്കും പി കെ ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ വന്നിട്ടുണ്ട്. അതും അതിൻ്റെ പിന്നിലെ പ്രേരണകളായിട്ടുണ്ടാവാം. യയാതി വന്നിട്ടുണ്ട്, ഇനി ഞാൻ ഉറങ്ങട്ടെ വന്നിട്ടുണ്ട്, MTയുടെ കൃതി വന്നിട്ടില്ല, പക്ഷേ മാരാരുടെ ഭാരത പര്യടനം വന്നിട്ടുണ്ട്. തോപ്പിൽ ഭാസി നിശ്ചയമായിട്ടും അതിലൂടെയൊക്കെ കടന്നുപോയിട്ടുണ്ടാവാം. എന്തായാലും പൗരാണിക കൃതി വെറും പൗരാണികതയുടെ ലോകത്തല്ല, അതിന് ആധുനിക ലോകത്തോട് ചിലതൊക്കെ പറയാനുണ്ട് എന്ന ഒരു വീക്ഷണം ഉണ്ടാക്കുകയും പാഞ്ചാലി എന്ന കഥാപാത്രത്തെ മുൻനിർത്തി സ്ത്രീ സ്വത്വത്തെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. പാഞ്ചാലിയെക്കുറിച്ച് പറയുമ്പോൾ സാന്ദർഭികമായിട്ടൊരു കാര്യം കൂടി പറയാം. ദേശീയ പ്രസ്ഥാന കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന പ്രമേയങ്ങളിൽ, പൗരാണിക പ്രമേയങ്ങളിൽ 2 എണ്ണം, ഒന്ന് പാഞ്ചാലിയും മറ്റൊന്ന് അഭിമന്യുവുമാണ് എന്ന് ദേശീയ പ്രസ്ഥാന കാലത്തെ നാടകത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരു പാശ്ചാത്യ ഗവേഷക, അവർ പമേല റോസ്പീത്ത് എന്ന് പറയുന്ന ഒരു ഗവേഷക ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനു മുമ്പില്ലാത്ത മട്ടിൽ 30കൾ മുതൽ ഈ 2 കഥാപാത്രങ്ങൾക്ക് വലിയ പ്രാധാന്യം കിട്ടുന്നു. കാരണം അപമാനിതയായി തീർന്ന പാഞ്ചാലി എന്നതൊരു ദേശീയ ബിംബമായിത്തീരുന്നു. ശത്രുക്കളാലെല്ലാം വളഞ്ഞു വെച്ച് വേട്ടയാടപ്പെടുമ്പോഴും സ്വന്തം അഭിമാനത്തെ മുൻനിർത്തി പോരാടി മരിക്കുന്ന അഭിമന്യു എന്നതും ഒരു പുതിയ ദേശീയ ബോധത്തിൻ്റെ ഒരു ആവിഷ്കാരമായിത്തീരുന്നു. അങ്ങനെ 30കൾ മുതൽ 50കൾ വരെയുള്ള ഏതാണ്ട് 20 വർഷക്കാലത്തോളം ഇന്ത്യൻ നാടകവേദിയിലെയും കലാവേദിയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിലൊന്നായിട്ട് പാഞ്ചാലി മാറിത്തീരുന്നതിനെക്കുറിച്ച് ഈ പമേല ലോസ്പീച്ച് പറയുന്നുണ്ട്. ആ കാലത്താണ് സുബ്രഹ്മണ്യ ഭാരതിയൊക്കെ പാഞ്ചാലി ശപഥം പോലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ രചനകൾ നടത്തുന്നതും ആ കാലത്താണ്. എന്തായാലും തോപ്പിൽ ഭാസിയിലെത്തുമ്പോൾ അത് സ്ത്രീ സ്വത്വത്തെ സംബന്ധിക്കുന്ന പുതിയ ചോദ്യങ്ങളിലേക്ക്, പിന്നീട് നമ്മുടെ മല്ലികാ സാരാഭായിയൊക്കെ ഈ ദ്രൗപദി എന്നതിനെ ആ നിലയിൽ വികസിപ്പിക്കുന്നത് നമ്മൾ നൃത്തവേദിയിൽ കാണുന്നുണ്ട്. ആ രൂപത്തിൽ അദ്ദേഹം അതിനെ ഉയർത്താൻ ശ്രമിക്കുന്നു. സ്ത്രീ പ്രശ്നത്തെ മുൻനിർത്തി രജനി എന്ന പേരിൽ പിന്നീട് ഒരു നാടകം കൂടി അദ്ദേഹം 1988 എഴുതുകയും ചെയ്തു. 92ലാണ് ഒരുപക്ഷെ ഒരു ആത്മകഥയെ നാടകമാക്കി മാറ്റുക എന്ന നിലയിൽ ഒളിവിലെ ഓർമ്മകൾ അദ്ദേഹം എഴുതുന്നത്. അതും താരതമ്യേന അരങ്ങിൽ വിജയിച്ച ഒരു നാടകമാണ്. കാരണം അതിൻ്റെ പിന്നിലെ ഈ കൃതിയുമായി കേരളം അന്ന് നേടിയ പരിചയം ആ കൃതിയെ, ആ നാടകത്തെയും വലിയ തോതിൽ സ്വീകരിക്കുന്നതിന് കാരണമാക്കി തീർത്തു. ഇങ്ങനെ നാടകത്തിനുള്ളിൽ തന്നെ ഒരു എന്താ പറയുക, കമ്മ്യൂണിസ്റ്റാക്കി പോലെ ഒരു നാടകത്തിൽ തുടങ്ങി ഈ ഒളിവിൽ ഓർമ്മകൾ വരെയുള്ള നാടകങ്ങളിലൂടെ നാടക ഭാഷയുടെ പല പ്രതലങ്ങളെ തോപ്പിൽ ഭാസി അഭിമുഖീകരിക്കുകയുണ്ടായി. ഞാനൊരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. തൻ്റെ രചനാരീതിയെക്കുറിച്ച് തോപ്പിൽ ഭാസി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ആദ്യം നാടകരചനയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കുക അതിന് പറ്റിയ ഒരു പ്രമേയം കണ്ടെത്തലാണ്. കാരണം എനിക്ക് ലോകത്തോട് എന്തെങ്കിലും പറയാനുണ്ടാകണം. എന്ത് വിഷയമാണ് പറയേണ്ടത്? അത് ശാസ്ത്രമാകാം, അത് ദേശീയതയാകാം, സ്വാതന്ത്ര്യബോധമാകാം, സ്ത്രീയുടെ പീഡിതാവസ്ഥയാകാം, ഏതെങ്കിലും ആകാം. പക്ഷേ പറയേണ്ട പ്രമേയം എന്നതിനെ സംബന്ധിക്കുന്ന ഒരു ആലോചന വളരെ ആഴത്തിൽ നടത്തി ആ പ്രമേയത്തെ ഏതെല്ലാം പടവുകളിലൂടെയാണ് വികസിപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തത വരുത്തിയതിന് ശേഷമാണ്, അതാണ് തൻ്റെ രചനയുടെ ഒന്നാമത്തെ പടവ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. രണ്ടാമത്തത്, താൻ ഇങ്ങനെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്ന ആശയങ്ങളെ ഏതേത് കഥാപാത്രങ്ങളിലൂടെയാണ് അവതരിപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ആലോചനയാണ്. അങ്ങനെ പ്രമേയ നിർമ്മിതിയിൽ നിന്ന് പാത്രസൃഷ്ടിയിലേക്ക് താൻ അതിനെ കൊണ്ടുപോകുന്നു. പാത്രസൃഷ്ടിയിൽ നിന്നാണ് അദ്ദേഹം സംഭാഷണങ്ങളിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ തോപ്പിൽ ഭാസിയുടെ ഏറ്റവും
നാടകരചനയിൽ ഏറ്റവും ബലിഷ്ഠമായ ഘടകമായി പലരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളുടെ മികവാണ്. പ്രത്യേകിച്ച് ഗുപ്തൻ നായർ അത് പറയുന്നുണ്ട്. ഒണാട്ടുകരയിലെയും പരിസര പ്രദേശത്തെയും മലയാളം, മധ്യ തിരുവിതാംകൂറിലെ മലയാളം അത്ര തെളിച്ചത്തോടെ കാണാവുന്ന വേറൊരു സന്ദർഭവും ഇല്ല എന്ന് തോപ്പിൽ ഭാസിയുടെ നാടകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. മധ്യ തിരുവിതാംകൂറിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു നിരൂപകനതെടുത്ത് പറയുന്നുണ്ട്. ഒരു ഇടത്തരം തട്ടിൽ ജീവിക്കുന്ന കാർഷിക ബന്ധങ്ങളുള്ള ഒരു മധ്യവർഗ സമൂഹത്തിലെ സംഘർഷങ്ങളെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് തോപ്പിൽ ഭാസിയുടെ നാടകം വിജയിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിജയിക്കുന്നത്. അതിന് മുകളിലേക്കോ താഴേക്കോ പോകുന്ന സമയത്ത് അതേ അളവിലുള്ള വിജയം അദ്ദേഹത്തിന് കൈവരിക്കാൻ പറ്റിയിട്ടില്ല എന്ന് ചില നിരൂപകന്മാർ. എൻ വി ഒരു സന്ദർഭത്തിൽ, എൻ വി ഇദ്ദേഹത്തിൻ്റെ നാടകങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരാളാണ്, ആമുഖം എഴുതിയിട്ടുള്ള ആളാണ്. എൻ വി ആണ് ഈ നിരീക്ഷണം നടത്തുന്നതെന്ന് തോന്നുന്നു. അതായത് ഒരു കൃതിക്ക് അത് പ്രവർത്തിക്കാൻ സജ്ജമായൊരു ഭാവമണ്ഡലമുണ്ട്. ആ ഭാവമണ്ഡലം എന്ന് പറയുന്നത് തോപ്പിൽ ഭാസിയെ സംബന്ധിച്ച് ഇതാണ്. അതിനിണങ്ങുന്നൊരു ഭാഷ അദ്ദേഹം തൻ്റെ നാടോടി ഭാഷയിൽ നിന്ന്, തൻ്റെ നാട്ടുഭാഷയിൽ നിന്ന് വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു. അവസാനത്തെ ഘടകം ഇതിൻ്റെ രംഗാവതരണമാണ്. രംഗാവതരണത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നൊരു കാര്യം, ഞാനൊരു നാടകം അവതരിപ്പിക്കുന്ന സമയത്ത് കാണാനിരിക്കുന്ന ആളുകളിലേക്ക് സമ്പൂർണ്ണമായി ഇറങ്ങിച്ചെല്ലുക, അവരുടെ നിലവാരത്തിലെത്തുക എന്ന ലക്ഷ്യം ഞാൻ വയ്ക്കാറില്ല. അവരെ അപ്പാടെ ഒരു സമുന്നതമായ നാടകവേദിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവുമല്ല. ഇതിനിടയിലുള്ള നിരന്തരമായ ഒരു മാധ്യസ്ഥത്തിനാണ് സംവിധാനത്തിലൂടെ ശ്രമിക്കുക. അതായത് നാടകത്തിൻ്റെ സാഹിത്യപാഠത്തെ സ്വീകാര്യമായ ഒരു രംഗപാഠമായി വികസിപ്പിക്കുന്നതിൻ്റെ പല തലങ്ങളായിട്ടാണ് താൻ സംവിധാനത്തെ കണ്ടിട്ടുള്ളത്. എല്ലായ്പ്പോഴും ഒന്നും തനിക്കതിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുമില്ല എന്ന കാര്യം അദ്ദേഹം തൻ്റെ ഈ അവതരണത്തെക്കുറിച്ചുള്ള, തൻ്റെ നാടക സങ്കല്പത്തെക്കുറിച്ചുള്ള ചർച്ചയുടെ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ആത്യന്തികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഗീത നാടക പാരമ്പര്യം മുതൽ രാഷ്ട്രീയ നാടകവേദി വരെയുള്ള മലയാളത്തിലെ നാടക പ്രസ്ഥാനത്തിൻ്റെ വിവിധ പ്രതലങ്ങളെ പലതരം നാടകങ്ങളിലൂടെ പല കാലങ്ങളിൽ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ വികസിച്ചു വന്നത് എന്ന കാര്യം നമുക്കിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ഒരുപക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയാള നാടകവേദിയുടെ ഏറ്റവും ജനകീയമായ മുഖം എന്ന് മാത്രമല്ല, ആ കാലത്തിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കങ്ങളെ ആവിഷ്കരിക്കുന്നു എന്ന് മാത്രമല്ല, ഒരുപക്ഷേ ഒരു കാലത്തിൻ്റെ രാഷ്ട്രീയ ബോധ്യങ്ങളെ നിർമ്മിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച ഒരു കലാസൃഷ്ടി എന്ന നിലയിലും KPSCയുടെ നാടകങ്ങളെയും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തെയും നമ്മൾ കാണേണ്ടതുണ്ട്. അതേ അളവിൽ ഇപ്പോൾ വീട്ടിയുടെ നാടകം സാഹിത്യം വായിച്ച് മനസ്സിലാക്കിയ കുറേ ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ടാവാം എന്നത് ശരിയാണെങ്കിലും, വീട്ടിയുടെ നാടകമൊക്കെ ഈ ലക്ഷോപലക്ഷം വരുന്ന അതിസാധാരണരായ മനുഷ്യരിൽ കമ്മ്യൂണിസ്റ്റാക്കി പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിച്ചിട്ടില്ല. സാഹിനി പറയുന്നൊരു കാര്യം അതാണ്. ഒരു കാഴ്ച സമൂഹവുമായി സമ്പൂർണ്ണമായി താതാത്മ്യത്തിലെത്തി അവരെ രൂപാന്തരപ്പെടുത്തുക എന്നത് കമ്മ്യൂണിസ്റ്റാക്കി നിറവേറ്റിയതുപോലെ ഇന്ത്യയിൽ അക്കാലം വരെ ഒരു നാടകവും നിറവേറ്റിയിട്ടില്ല എന്ന് ബെല്ലായ് സാഹിനി പറയുന്നുണ്ട്. ആ നിലയിൽ നമ്മുടെ നാടകവേദിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമായി അത് മാറിത്തീരുന്നു. നാടകം ജനങ്ങൾക്കൊപ്പം, ചരിത്രത്തിനൊപ്പം സഞ്ചരിക്കുന്ന കല എന്ന് വിജയമാഷ് നാടകത്തെക്കുറിച്ച് എഴുതുന്ന ഒരു ലേഖനത്തിൻ്റെ ശീർഷകമായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒന്നായിട്ട് നാടകത്തെ മാറ്റുന്നതിൻ്റെ ഏറ്റവും ഉന്നതമായൊരു സന്ദർഭമായിരുന്നു തോപ്പിൽ ഭാസിയുടെ രചനാജീവിതം. പക്ഷേ ഒരു കാര്യം കൂടി ഇതോടൊപ്പം സൂചിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഇബ്സനെ പോലെയോ അല്ലെങ്കിൽ ചെക്കോവിനെ പോലെയോ അല്ലെങ്കിൽ മാക്സിം ഗോർക്കിയെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ബെർണാഡ് ഷായെ പോലെയോ ഒക്കെ, യൂജിൻ ഒനീലിനെ പോലെയൊക്കെ 20ാം നൂറ്റാണ്ടിൻ്റെ നാടക ചരിത്രത്തിലേക്ക് നോക്കിയാൽ മനുഷ്യരുടെ ആന്തരികതയുടെ സംഘർഷങ്ങളെ ആഴമുള്ള ഒരു ദാർശനിക പ്രമേയമാക്കി മാറ്റുന്ന തരത്തിൽ ഉള്ള ഒരു നാടകാവതരണം ഒരുപക്ഷെ ഭാസിയിൽ നമുക്ക് കാണാൻ പ്രയാസമാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അദ്ദേഹത്തിൻ്റെ എല്ലാ നാടകവും ഞാൻ വായിച്ചിട്ടില്ല, കണ്ടിട്ടുമില്ല. കണ്ടത് 2-3 നാടകങ്ങൾ മാത്രമേ നേരിട്ട് ഞാൻ അവതരണം കണ്ടിട്ടുള്ളൂ. കുറേയേറെ നാടകങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ആന്തരികതയിലേക്കുള്ള വലിയ സഞ്ചാരങ്ങളെക്കാൾ NV നമ്മുടെ സുഗതകുമാരിയുടെ രാത്രിമഴയ്ക്ക് അവതാരിക എഴുതുമ്പോൾ പറയുന്നുണ്ട്, ഇതിലെ ഭാവത്തോടും ഇതിലുന്നയിക്കുന്ന അനുഭവമണ്ഡലത്തോടും എനിക്ക് പ്രതിപത്തിയൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ കൈവല്യം സാമൂഹികമായിരുന്നു.
ഇതിൽ പക്ഷേ ആ അംശം കുറവാണ്, എങ്കിലും ഇത് എന്നെ ആകർഷിക്കുന്നു എന്തുകൊണ്ട് എന്നൊരു പ്രശ്നത്തിലാണ് എൻ വി ആ അവതരണം നടത്തുന്നത്. അത് വളരെ പ്രധാനമാണ്. എൻ വി പറയുന്നുണ്ട്, ഈ കവിതയോട് എനിക്ക് താല്പര്യം തോന്നുന്നില്ല, ഇതിൻ്റെ അനുഭവമണ്ഡലത്തിലും എനിക്ക് താല്പര്യമില്ല, പക്ഷേ ഈ കവിത എന്നെ വിടാതെ പിടിക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ട് എന്ന് താൻ തന്നെ നേരിടുന്ന ഒരു ക്രൈസിസിനെയാണ് എൻ വി ആ അവതാരിക, അതിഗംഭീരമായ അവതാരികയാണ്. മലയാളത്തിൽ കവിതയ്ക്ക് എഴുതപ്പെട്ട ഏറ്റവും ഗംഭീരങ്ങളായ 2 അവതാരികകൾ എൻ വിയുടെയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന് രാത്രിമഴയുടെ അവതാരിക, മറ്റൊന്ന് കുടിയൊഴിക്കലിൻ്റെ അവതാരിക. കുടിയൊഴിക്കലിൻ്റെ അവതാരികയിൽ എൻ വി പറഞ്ഞതിനപ്പുറം വാസ്തവത്തിൽ പിന്നെ കുടിയൊഴിക്കലിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. കേരളത്തിൽ വികസിച്ചു വരുന്ന മധ്യവർഗത്തിൻ്റെ ആന്തരിക വൈരുദ്ധ്യങ്ങളിലാണ് ഈ സംഗതിയുടെ വേര് എന്ന് എൻ വി അതിൻ്റെ അവതാരികയിൽ എഴുതിയിട്ടുണ്ട്. പിന്നീട് അതേക്കുറിച്ചുണ്ടായ എല്ലാ വിശദീകരണങ്ങളും വാസ്തവത്തിൽ ഈ വിശദാംശത്തെ പല നിലകളിൽ ആവർത്തിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ മലബാർ കലാപത്തെക്കുറിച്ച് ഷോർട്ട് ഹിസ്റ്ററി ഓഫ് പെസൻറ്റ് മൂവ്മെൻറ്റ് ഇൻ കേരള എന്ന തൻ്റെ 42-ലോ 43-ലോ എഴുതിയ ലേഖനത്തിലാണ് EMS ആദ്യമായിട്ട് ഇതിലെ വൈരുദ്ധ്യത്തെക്കുറിച്ച് പറയുന്നത്. പിന്നീടാണത് ആഹ്വാനവും താക്കീതും എന്ന നിലയിൽ 46-ൽ എഴുതുന്നത്. വാസ്തവത്തിൽ പിന്നീട് മലബാർ കലാപത്തെക്കുറിച്ചുണ്ടായ എല്ലാ പഠനങ്ങളുടെയും ബേസിക് പാരഡൈം ഈ ഒരൊറ്റ പൊസിഷനാണ്. ഇതിലുള്ള കാർഷികമായ മുന്നോട്ട് പോക്ക്, ഇതിലുള്ള മതാത്മകമായ പിന്നോട്ട് പോക്ക്, അതുണ്ടാക്കുന്ന വൈരുദ്ധ്യം എന്നത് മലബാർ കലാപത്തിൻ്റെ ക്രക്സതായിരുന്നു. ഒരു ഭാഗത്ത് പിന്നെ KN പണിക്കർ, ക്രിസ്റ്റഫർ, ധാരാളം പേര്, കോൺറാഡ് വുഡ്, ധാരാളം പേര് അതേക്കുറിച്ച് പഠിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ കാതലി പോയിൻ്റാണ്. EMS ഒരു ചെറിയ ലേഖനത്തിൽ അത് ആഹ്വാനവും താക്കീതും എന്ന് പറഞ്ഞു പോവുകയും അതിനു മുമ്പ് അദ്ദേഹം വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട് ഈ 43-ലെ പഠനത്തിൽ. എന്നതുപോലെ എൻ വി കുടിയൊഴിക്കലിനെ കുറിച്ച് അവതാരികയിൽ പറഞ്ഞതിനപ്പുറത്തേക്ക് വാസ്തവത്തിൽ കുടിയൊഴിക്കലിനെ കുറിച്ച് പുതിയൊരു ഉൾക്കാഴ്ച മൗലികമായി ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ എൻ വി തന്നെയാണ് ഈ പ്രശ്നവും സൂചിപ്പിക്കുന്നത്. അതായത് സാമൂഹികമായ ഒരു കൈവല്യം എന്നത് അതിപ്രധാനമായി തീരുമ്പോൾ, അതിൻ്റെ സമ്മർദ്ദം ശക്തിയായി തീരുമ്പോൾ, ആ സമ്മർദ്ദം എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ആന്തരികതയിൽ വലിയ സംഘർഷങ്ങൾ ഉളവാക്കുന്നത്, ഒരു വ്യക്തിയെ അകമേ പിളർത്തിക്കളയുന്ന ഒന്നാക്കി മാറ്റുന്നത്. ഇപ്പോൾ ബക്തിനെക്കുറിച്ച് ഡോസ്റ്റോവ്സ്കിയെക്കുറിച്ച് പറയുമ്പോൾ ബക്തിൻ പറയുന്ന ഒരു കാര്യമുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ റഷ്യ ചെന്നുപെട്ട സാമൂഹികമായ വൻ ക്രൈസിസാണ് വാസ്തവത്തിൽ ഡോസ്റ്റോവ്സ്കിയുടെ ഓരോ കഥാപാത്രവും. അല്ലാതെ അത് അയാളുടെ ഒരു സ്വകാര്യ പ്രശ്നമല്ല, പക്ഷേ അതൊരു വ്യക്തിയുടെ ആന്തരികതയിലെ ഭീമാകാരമായ സംഘർഷങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇബ്സനിസ്റ്റ് നാടകവേദി എന്ന് പറയുന്നതിൽ നമുക്കത് കാണാൻ പറ്റും. ബലാബലമൊക്കെ സൂക്ഷിച്ച് വായിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു അംശം സോപ്പിൽ ഭാസിയുടെ നാടകങ്ങളിൽ അത്ര പ്രബലമാകുന്നില്ല എന്നൊരു തോന്നൽ വേണമെങ്കിൽ ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ രചനയിലൂടെ കടന്നു പോകുമ്പോൾ തോന്നാം. പിന്നെ എല്ലാം ഒരാൾ തന്നെ എഴുതണം എന്ന് നമ്മൾ വാശി പിടിക്കേണ്ടതില്ല. ആരോ പറഞ്ഞതുപോലെ എന്തെഴുതി എന്നുള്ളതാണ്, എന്തെഴുതിയില്ല എന്നുള്ളതല്ല വാസ്തവത്തിൽ ഏതെഴുത്തിനെക്കുറിച്ചുമുള്ള അടിസ്ഥാനപരമായ ആലോചന. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടകവേദിയുടെ ചരിത്രത്തെ ആധുനികമാക്കുന്നതിലും ജനകീയമാക്കുന്നതിലും രാഷ്ട്രീയമാക്കുന്നതിലും ബൽരായ് സാഹിനി പറഞ്ഞതുപോലെ കോടാനുകോടി മനുഷ്യരോട് അതിനെ അങ്ങേയറ്റം താതാത്മ്യപ്പെടുത്തുന്നതിലും മലയാള നാടകങ്ങളുടെ എക്കാലത്തെയും വലിയ വിജയമായിരുന്നു തോപ്പിൽ ഭാസിയുടെ നാടക ജീവിതം എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.